നാരായണ 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 നാരായണ. ആസ്താവതിയം പ്രസൂതി സമയേ ദുർവാരശൂലവ്യഥാ നൈരുച്യം തനുശോഷണം മലമയീശയ്യാ ച സംവത്സരീ ഏകസ്യാപി ന ഗർഭഭാരഭരണക്ലേശസ്യ യസ്യാ ക്ഷമോ ജാതും നിഷ്കൃതിം നതോപി തനയഃ തസ്യൈ ജനന്യൈ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മദ്ഗുരോ നാഥ ജനകായ നമോ നമഃ. ഗുരുനാഥൻ തുണചൈക സന്തതം തിരുനാമങ്ങളാവിന്നെപ്പോഴും ഇനിയാതെയിരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിയിടുവാൻ. വാണീ ദേവി സുനീലവേണി സുഭഗേ വീണാരവം കൈകൊള്ളും വാണി വൈഭവമോഹിനി ത്രിജഗതാം നാഥേ വിരിഞ്ചക്രിയേ. വാണീ ദോഷമശേഷമാശുകളവാനെന്നാവിലാപ്പാദരം വാണിയിടേണം അതിന്നു നിന്നടിയിൽ ഞാൻ വീഴും മൂകാംബികേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. വാഗീശാദ്യാസ്സു മനസഃ സർവാർത്ഥാനാമുപക്രമേ യം നത്വാ കൃതകൃത്യാ സ്യുഃ തം നമാമി ഗജാനനം. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. വളരെ കാലമായി ഭാഗവതം ശ്രവിച്ച് അതിൻ്റെ രസാസ്വാദനത്തിൽ ആസക്തിയോടുകൂടി വർത്തിക്കുന്നവരാണ് ഇവിടെയുള്ള എല്ലാവരും. ഓരോ മഹാത്മാക്കളെ അനുസ്മരിക്കുന്നതും അവരുടെ ജീവിതത്തിലൂടെ അവർ നമുക്ക് പകർന്നു തന്ന സന്ദേശത്തെ ഒട്ടൊന്ന് ഉൾക്കൊള്ളാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള തിരിച്ചറിവുകൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പല ശങ്കകളും വരുന്ന സമയത്ത് എന്താ വേണ്ടത് എന്നൊരു തീരുമാനമെടുക്കാൻ സാധിക്കാണ്ട് വരുമ്പോൾ അന്ന് ആ മഹാത്മാവ് എന്താണ് ചെയ്തത് എന്ന് അന്വേഷിക്കുന്നത് നമുക്ക് തീരുമാനമെടുക്കാൻ സഹായകമായി തീരും. ഹൃദയത്തിലേക്ക്
ആഴത്ത് തറച്ചു കയറുന്ന വാക്കുകൾ കൊണ്ട് അന്തരംഗത്തിലിരിക്കുന്ന സകല ചീത്ത വിചാരങ്ങളെയും മാറ്റി പകരം ആ കൂർത്തുമൂർത്ത മുനയുള്ള വാക്കുകൾ കൊണ്ട് ഗുരുവായൂരപ്പന്റെ ചിത്രം ഹൃദയത്തിൽ വരച്ചു വെച്ചിരുന്ന മഹാത്മാവ് സ്വയം ഗുരുവായൂരപ്പന്റെ ദാസ്യത്തിനായിക്കൊണ്ട് തൻ്റെ ജീവിതം സമർപ്പിക്കാൻ നിശ്ചയിച്ച ഒരു മഹാത്മാവ്. അങ്ങനെയുള്ള ഗുരുവായൂരദാസ് സ്വാമികൾ 50 കൊല്ലം മുൻപ് ഇവിടെ വരുമ്പോൾ ഒരുപക്ഷെ ഈ ക്ഷേത്രമോ ഇതിന്റെ പരിസരമോ ഒന്നും ഇങ്ങനെ ആയിരിക്കില്ല. പക്ഷെ ഇന്നും അന്ന് അദ്ദേഹം ആരംഭിച്ചു വച്ച ആ ഒരു സൽക്കർമ്മത്തിന്റെ തരംഗങ്ങൾ അദ്ദേഹത്തെ ഒരുപക്ഷെ പൂർണ്ണമായ ബോധത്തോടു കൂടിയിട്ട് കാണാനോ മനസ്സിലാക്കാനോ പോലും കഴിയാത്ത ഈ പുതിയ തലമുറയിൽപ്പെട്ട ഞങ്ങൾക്കൊക്കെ ഇവിടെ വന്ന് പങ്കെടുക്കാൻ പാകത്തിൽ ഉള്ള ഒരു സങ്കല്പം അന്ന് അദ്ദേഹം ചെയ്തതുകൊണ്ട് ഈ ഒരു സത്സംഗത്തിന്റെ ഭാഗം ആവാൻ എന്നെ പോലുള്ളവർക്കൊക്കെ സാധിച്ചു എന്ന് മാത്രം. എപ്പോഴും മഹാത്മാക്കളുടെ ജീവിതത്തെ അവലംബിക്കുക, അവരെക്കുറിച്ച് കേൾക്കുക, പറയുക, അവരുടെ പാദങ്ങളെ സമാശ്രയിക്കുക എന്നതാണ് നമുക്ക് ചിത്തശുദ്ധി ഉണ്ടാവാൻ ഏറ്റവും എളുപ്പമായിട്ടുള്ള കാര്യം. ഗുരുവായൂരദാസ് സ്വാമിയെ കുറിച്ചുള്ള കഥകളൊക്കെ കേശവേട്ടനും ഒക്കെ പറഞ്ഞിട്ടാവും അധികവും ഞാൻ കേട്ടിട്ടുള്ളത്. അതിലൊരു കഥ ഈ അവസരത്തിൽ എനിക്ക് ഓർമ്മ വരുന്നത്, ബദരികാശ്രമത്തിൽ സ്വാമിജി ദർശനം നടത്താനായിട്ട് പോയിരുന്ന കഥ. ഇന്നലെ ഇവിടുന്ന് പ്രഭാഷണം എഴുതി ഇറങ്ങിയപ്പോൾ തന്നെ ബദരീനാഥത്തിൽ നിന്ന് ഇപ്പോൾ വിരമിച്ച റാവൽജി വിളിച്ച് സംസാരിച്ചിരുന്നു. അപ്പത് ഓർമ്മ വന്നതാണ്. സ്വാമിജി അന്ന് അവിടേക്ക് ചെല്ലുമ്പോൾ ഇവിടുന്ന് ഗുരുവായൂരപ്പൻ ബദരീനാഥന്റെ അടുത്തേക്ക് ചെന്നതുപോലെയാണെന്നാണ് കേശവേട്ടനൊക്കെ പറയാറുള്ളത്. അത്തരത്തിലൊരു പ്രത്യേക സ്വീകരണം അവിടുത്തെ അന്നത്തെ റാവൽജിയുമായിട്ടുണ്ടായിരുന്ന ഒരു സൗഹൃദം, അദ്ദേഹത്തിന്റെ ക്ഷണമനുസരിച്ചിട്ടുള്ള ഇവിടുന്നുള്ള യാത്ര. പക്ഷെ അക്കാലത്തും അവിടേക്ക് എത്തിപ്പെടാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്ന കാലത്ത് ഒരു പരിഭ്രമമില്ലാതെ ഒരു രാത്രി വെളിച്ചാക്കാൻ വേണ്ടിയിട്ട് ഒരു സൗകര്യവുമില്ലാത്ത ഹിമാലയത്തിലെ കാട്ടുപാതയില് തങ്ങാനൊന്നും സ്വാമിക്കൊരു മടിയുണ്ടായിരുന്നില്ല എന്നാണ്. ആ കാലത്ത് എവിടെയോ ഒരിക്കൽ ഇതുപോലെ രാത്രി വെളിച്ചാക്കാൻ വേണ്ടിയിട്ട് താമസിച്ചു. വെളിച്ചാക്കാലത്ത് അവിടുത്തെ നാട്ടുകാരെ ഏതാ ഒരു അപരിചിതൻ ഇവിടെ വന്ന് കൂടിയേക്കുന്നത് എന്ന് അന്വേഷിച്ച് അവിടെ വന്നപ്പോൾ സ്വാമിജിയാണ്. അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താ ഈ കാട്ടിൽ ഇവിടെ ഇങ്ങനെ, ഇവിടെ പല വന്യമൃഗങ്ങളും വരണ സ്ഥലമാണ്, കരടി പിന്നെ മറ്റ് ഹിംസ ജന്തുക്കളൊക്കെ ഉണ്ട്, അങ്ങനെയുള്ള ഇവിടെ അങ്ങനെ അധികം നേരം നിൽക്കണ്ട എന്ന് പറഞ്ഞതാണ് സ്വാമിയുടെ. പല ദിവസം രാത്രി മുതൽ വെളിച്ചാകാലം വരെ അവിടെ ഒരു ലക്ഷ്മോദിയാണ് അദ്ദേഹം കഴിഞ്ഞു കൂടിയിട്ടുണ്ട്. അപ്പൊ ഇത് അങ്ങനെയുള്ള മഹാത്മാക്കൾക്ക് അവർക്ക് മൃത്യുവിനെ പോലും പേടിയില്ല.
സ്വശിരച്ഛേദന ആപതിതേതി, തന്റെ കഴുത്ത് വെട്ടും എന്നുള്ള കഥ വന്നാൽ പോലും ഒരു പരിഭ്രമമില്ലാത്ത അത്തരം മഹാത്മാക്കളെ കണ്ട് അവർക്ക് മുമ്പിൽ ശിരസ് കുനിക്കാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ ഭരതരഘുഗുണ സംവാദം എന്നത് നമ്മുടെ ജീവിതത്തിലെ ഒരു അനുഭവമായി തീരുന്നത്. അതെ, അല്ലെങ്കിൽ പുസ്തകമൊക്കെ വായിക്കുന്നെങ്കിൽ 2 സപ്താഹം കേൾക്ക്, 2 പ്രഭാഷണം ചെയ്യേ, അല്ലെങ്കിൽ 4 വരി വായിക്കാറാവുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്കും എന്ത് തോന്നും, എന്നൊക്കെ എത്തിയൊക്കെ തോന്നും. അങ്ങനെ ബഹുയോഗ ഗ്രന്ഥ സമ്മതന്മാരാണ് എന്ന് അഭിമാനിച്ച് പല ആൾക്കാരും മുമ്പിൽ വന്ന് കൈകൂപ്പൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് തോന്നും, മോശക്കാരനല്ലാട്ടോ ഞാൻ, ചില്ലറക്കാരനല്ലാട്ടോ ഞാൻ എന്ന് തോന്നും. പക്ഷെ ഒരു യഥാർത്ഥ വിജ്ഞാനിയുടെ മുമ്പിൽ പലർക്കാനുള്ള യോഗ്യത ഒരിക്കലും ഗ്രന്ഥങ്ങൾ പഠിച്ചിട്ട് അതിൽ നിന്ന് വിദ്യ സമ്പാദിച്ച ആൾക്കാർ ഉണ്ടാവില്ല. കാരണം ഏകാദശ സ്കന്ധത്തില് ഭഗവാൻ ഉദ്ധവരോട് പറയും, ഉദ്ധവരെ, യോ വിദ്യാശ്രുത സമ്പന്ന ആത്മവാൻ അനുമാനിക. ആത്മവാനായിട്ടുള്ള ഒരാള് എന്താണ് ബ്രഹ്മജ്ഞാനം എന്നുള്ളതിനെ അനുമാനിക്കില്ല, അത് ആഗ്രഹിക്കും, ഇന്നത് ആഗ്രഹിക്കും എന്ന് അനുമാനിക്കില്ല. പകരം താൻ തന്നെ ആത്മസ്വരൂപം എന്ന വ്യക്തമായ ബോധം അവർക്കുണ്ട്. നമ്മളൊക്കെ ഞാൻ എന്ന അഹങ്കാരത്തോട് കൂടിയിട്ടാണോ പറയുന്നത് എന്നുണ്ടെങ്കിൽ ഇവരെ പോലെ മഹാത്മാക്കള് ഞാൻ എന്ന് കേവലം ഈ ശരീരത്തെ ഉപേക്ഷിച്ചുകൊണ്ടല്ല, പകരം ഈ വിശ്വമായി തന്നെ നിൽക്കുന്നത് യാതൊരു സത്യമാണോ ആ സത്യം തന്നെയാണ് ഞാൻ. ജീവോ ബ്രഹ്മൈവ മാ ആപര എന്ന് അവർക്ക് പൂർണ്ണമായ തെളിഞ്ഞ ബോധമാണ്. അതിലൊരു ശങ്കയുടെ ദേശം പോലും. അതുകൊണ്ടാണ് ഇവിടെ രഘുവിനോട് ഈശ്വര തത്രക്കിന് ഈശ്വരവ്യം എന്ന് ഒരു കൂസലില്ലാണ്ട് ഈ താനെന്താ എന്നെ പഠിപ്പിക്കാന്നുള്ളത്, ഈ എന്നെ പഠിപ്പിച്ചിട്ട് നീ എന്താക്കി തീർക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇതിപ്പോ എന്തെങ്കിലും ഒന്ന് ആക്കി തീർക്കണം എന്നുണ്ടെങ്കിലല്ലേ ഈ പഠിപ്പിക്കുന്നതുകൊണ്ട് ഒരു ഞാൻ സാമാന്യം പോലെയൊക്കെ പെരുമാറിയിട്ട്, ഞാൻ സാമാന്യം പോലെ ധർമ്മം ആചരിച്ചിട്ട് അനുഷ്ഠാനങ്ങൾ വേണ്ടതുപോലെ കൊണ്ടു നമുക്ക് രാജാവിന് ബഹുമാനത്തോടുകൂടി കൈകൂട്ടുന്നത് കൊണ്ട് നന്നായി സംസാരിച്ച് തലകുറിച്ച് വിനയം നടിച്ച് നിന്നത് കൊണ്ട് ഇതൊക്കെ ചെയ്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ നേരെയായി 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 എവിടെ എത്തണമെന്നാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത് അവിടെയാണോ ഞാൻ ഇപ്പോഴുള്ളത്. എനിക്ക് എവിടേക്ക് എത്താനില്ല. സർവധർമ്മങ്ങളും ആചരിക്കുന്നത് സർവധർമ്മങ്ങളും പരിത്യജിച്ച് സ്വത്വത്തിൽ നിൽക്കാറാണ്. അപ്പൊ തന്റെ ആ തപസ്സുകൊണ്ട്, നിസ്സംഗ ഭാവം കൊണ്ട് ഒരു ജീവജാലങ്ങളുമായിട്ട് സംബന്ധം ഇനി അരുത് എന്ന് തീർച്ചയാക്കിയിട്ട് സംഘാൽ ഭൃശം ഉദ്വിഗ്നമനാ, സംഘത്തിൽ നിന്ന് വിട്ടുനിന്നിരുന്ന മഹായോഗിയായിട്ടുള്ള ആ ഭരതയോഗീശ്വരൻ, അദ്ദേഹം ഞാൻ ഈശ്വരൻ തന്നെയാണ് എന്ന് പറയുന്നതായ ആ സംശയത്തിലേക്ക് എത്താറാണ്. അതാണ് ആത്മവാന്റെ ലക്ഷണം. ആത്മവാൻ അനുമാനിക, അതങ്ങനെ അനുമാനിക്കല്ല, അതൊരിക്കലും ഈശ്വരൻ എന്ന് അനുമാനിക്കല്ല, അതൊരു തീരുമാനം. അങ്ങനെയുള്ള തീരുമാനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്ന യോഗീശ്വരന്മാരാണ് ഈ സ്വശിരച്ഛേദന ആപതിതേ അപി. ശിരസ് ഛേദിക്കപ്പെടും എന്ന് വരുമ്പോ പോലും ഒരു കൂസലിലാണ് നിൽക്കുന്നത്. ഒരാളുടെ ജീവിതത്തിൽ വരാവുന്നതിൽ വെച്ച ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് മരണത്തെ അഭിമുഖീകരിക്കുക എന്നുള്ളത് തന്നെയാണ്. അതുവരെ മരണാഭിമുഖന്മാരാവുന്നത് വരെ എല്ലാവർക്കും അവരുടെ വ്യക്തിപരമായിട്ടുള്ള കഴിവുകളിലൊക്കെ അഭിമാനം ഉണ്ടാവും.
മരണത്തെ നേരിൽ കാണുന്നതായ ഒരു അവസരം വരുന്നതോട് കൂടിയിട്ട് ശരീരം കളത്രം സുതം ബന്ധുവർഗം വയസ്യം ധനം സദ്മ ഭൃത്യം ഭുവഞ്ച സമസ്തം പരിത്യജ്യ കഷ്ടം ഏകോ ഗമിഷ്യാമി ദുഃഖേന ദൂരം ഗിരാഹം. ഞാൻ ഒറ്റയ്ക്ക് പോകണമല്ലോ, എനിക്ക് ഇവിടുന്ന് ഒറ്റയ്ക്ക് പോകേണ്ടതായിട്ടുണ്ടല്ലോ, വളരെ ദൂരത്തേക്ക്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എന്റെ ധനം, എന്റെ കുലമഹിമ, എന്റെ സൽപ്പേര്, എന്റെ ബന്ധുജനങ്ങൾ, ഞാൻ അനവധി കാലമായിട്ടുള്ള കൊണ്ടു നടന്ന പല കേരളങ്ങളും എന്തിന് എന്റേത് ഞാൻ ഏറ്റവും പ്രിയത്തോടു കൂടിയിട്ട് കൊണ്ടു നടന്ന എന്റെ ഈ ശരീരടക്കം ഉപേക്ഷിച്ച് എനിക്ക് പോകണം എന്നുള്ള ആ ഒരു സ്ഥിതി വരുന്ന സമയത്ത്, അപ്പോഴാണ് അതിനെ അഭിമുഖീകരിക്കുന്ന സമയത്താണ് തന്റെ ദേഹാഭിമാനം കൊണ്ട് ഇത്രകാലം മൃത്യുവെ കടക്കാനുള്ള പരമമായ ശരണാഗതിയുടെ ആ സ്ഥാനത്തെ ഞാൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഗ്രാഹേണ പാശേന വിധാതുരാവൃതോപ്യഹം ച തയ്യാതി പരംപരായണം യഃ കശ്ചനേശോപരിയോംബകോ ജഗൽ പ്രചണ്ഡവേഗാദഭിധാവതോ ഭൃശം ഹീതം പ്രപന്നം പരിവാഹി യദ്ഭയാ മൃത്യു പ്രഭാവത്യരണം തമീമഹി. ഈ മൃത്യുവാകുന്ന മുതലയിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ എന്റെ ജ്ഞാതികളായിട്ടുള്ള, എന്റെ ബന്ധുക്കളായിട്ടുള്ള, പരിചയക്കാരായിട്ടുള്ള ഒരാൾക്കും സാധിക്കില്ല. ഇവിടെ കൊമ്പന്മാരെ, പടുവേമന്മാരായിട്ടുള്ള ആളുകളുണ്ടല്ലോ, വിജ്ഞാന വൈരാഗ്യങ്ങളാകുന്ന കൊമ്പുകളുള്ള കൊമ്പനാനകളുള്ളവിടെ, അവർക്ക് രക്ഷിക്കാൻ പറ്റുന്നില്ല ഈ ചളിക്കുമ്പില് മൃത്യുവാകുന്ന മുതലയിൽ കൊണ്ട് കിടക്കുന്ന ആളെ രക്ഷിക്കാൻ. അവർ പറയും, ഈ ഹിത്വാത്മപാദം വിഹമന്ധകൂപം, ഈ പൊട്ടക്കിണറിനെ പോലെയുള്ള ഈ വീട്ടുകാര്യങ്ങളൊക്കെ വിട്ട് വനത്തിൽ പോയി ഭഗവാൻ ശ്രീഹരിയെ ആരാധിക്കാൻ വേണ്ടത് എന്ന് പറഞ്ഞാൽ ആരാണ് കേൾക്കുന്നത്? അത് കേൾക്കില്ല. പകരം അവർ ഈ കുടുംബ കുട്ടികൾ എന്നുള്ള ആ കുടുംബ പോഷണത്തിനായിക്കൊണ്ട് തന്റെ ആയുസ്സിനെ അങ്ങനെ ചെലവഴിക്കുന്നു, ഇത്രമാത്രം. അപ്പോ അങ്ങനെയുള്ള വിജ്ഞാന വൈരാഗ്യങ്ങളുള്ള ആകുന്ന കൊമ്പുകളുള്ള ആ കൊമ്പനാനകൾക്ക് ഈ കുഴിയിൽ പെട്ട് കിടക്കുന്ന നമ്മളെ പോലുള്ള ജീവന്മാരാകുന്ന ആനയെ ഈ മൃത്യുവാകുന്ന മുതലയിൽ നിന്ന് രക്ഷിക്കാൻ പറ്റുന്നില്ല. പിന്നെയാണോ മോചിതും പ്രഭവന്തി, ഈ വിജ്ഞാന വൈരാഗ്യങ്ങൾ പോലും ഇല്ലാത്തവർക്ക് രക്ഷിക്കാൻ സാധിക്കുക. അപ്പൊ ഈ ഒരു തിരിച്ചറിവുണ്ടാവട്ടെ. ആ സമയത്ത് അന്ധകോരകത്തിൽ നിന്ന്, അന്ധകനാകുന്ന ആ ഉരകത്തിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ പ്രാപ്തിയുള്ള ഈശ്വരൻ അതാരായാലും വേണ്ടില്ല. ഗുരുവായൂരപ്പനായാലും വേണ്ടില്ല, തൊഴിലാളികരനായാലും വേണ്ടില്ല, ആരായാലും വേണ്ടിയായിരിക്കും. ആരായാലും ഞാൻ അയാളെ ശരണം പ്രാപിക്കുന്നു. ഏത് നാമത്തിൽ ഇരുന്നാലും എനിക്ക് വിരോധമില്ല, ഏത് രൂപത്തിൽ ഇരുന്നാലും വിരോധമില്ല, പത്മാസനത്തിൽ ഇരുന്നാലും വിരോധമില്ല, കാല് കുട്ടിട്ടിരുന്നാലും വിരോധമില്ല, ആനപ്പുറത്തിരുന്നാലും വേണ്ടിയ, കുതിരപ്പുറത്ത് എങ്ങനെയായാലും വേണ്ടി എന്നെ രക്ഷിക്കണം. എവിടെ നിന്ന് രക്ഷിക്കണം? മൃത്യുവിൽ നിന്ന് രക്ഷിക്കണം എന്ന് ശരണാഗതി പ്രാപിക്കാൻ അപ്പ തോന്നണം എന്നുണ്ടെങ്കിൽ അമ്പയ നാരായണ സ്മൃതി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അതിന് കാലയെക്കുറിച്ച് പരിശ്രമിക്കണം. നാരായണൻ ജപിക്കാൻ ആ അന്ത്യകാലത്തില് അജാമന് സാധിച്ചത് നമ്മ ചെറുപ്പത്തില് ആ അജാമനെ കുറിച്ച് കുറ്റം പറയുന്നത് അവിടെ നിൽക്കണേ. അജാമനെ കുറിച്ച് നല്ലതുപോലെ പറയുന്നത് ശ്രുതസമ്പത്തിലുള്ള കുട്ടിക്കാലത്ത് വേദം ഭംഗിയായിട്ട് പഠിച്ചാൽ അതിങ്ങനെ സമ്പത്തായിട്ട് കൊണ്ട് നടക്കുന്ന ആളായിരിക്കും.
ശീലവൃത്ത ഗുണാലയ, നല്ല ഗുണങ്ങള്, നല്ല പ്രവൃത്തികള്, നല്ല ശീലങ്ങള് ഇതുണ്ടായിരുന്നു അജാമന്. ധൃതപ്രത, മൃദു, ദാന്ത, സത്യവാൻ, മന്ത്രവിത്ത്, ശുചി, ഗുരുവഗ്നി അതിഥി വൃദ്ധാനാം ശുശ്രൂഷു, നിരഹങ്കൃത എന്നൊക്കെ അജാമന്റെ യോഗ്യതകൾ ഇതൊക്കെ കുട്ടിക്കാലത്ത് സമ്പാദിച്ചതാണ്. അന്ന് സമ്പാദിച്ചത് കൊണ്ട് അത് ആപത്ത് കാലത്ത് ഒരു ഉപകാരത്തിന് എന്താ, ഈ മഴ പെയ്താൽ മരുഭൂമിയിലും പുല്ല് മുളയ്ക്കുന്നത് പോലെ അത്ര കാലം ഇല്ല. പക്ഷെ ആ മഴ പെയ്തപ്പോൾ എപ്പോഴാണോ ഇതെനിക്ക് ഗുരുവായൂരപ്പൻ തന്നെ ഉണ്ടാക്കി തന്നൊരു അവസരമാണ്, ഇപ്പൊ ഞാൻ രക്ഷപ്പെട്ടിട്ടില്ലെങ്കിൽ എനിക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല എന്ന് തിരിച്ചറിഞ്ഞ് ആ കണ്ണ് അങ്ങനെ ഒന്ന് നിറഞ്ഞൊഴുകുന്നത്, ആ നിമിഷം, ആ കണ്ണുനീർത്തുള്ളി ഒഴുകുന്ന നിമിഷം ഈ പുല്ലുമുണ്ട് അന്തേ നാരായണ സ്മൃതി എന്ന ആ പുല്ലുമുണ്ട്. അപ്പോ പറഞ്ഞു വരുന്നത്, ഈ ഒരു സ്ഥിതിയിൽ ഇനി നിസ്സംഗരായിട്ട് സഞ്ചരിക്കുകയുള്ളൂ ഞാൻ. ഉപനയനാദി സംസ്കാരങ്ങൾ പോലും എനിക്ക് വേണ്ടതില്ല. കാരണം അതൊക്കെ ഒരു സ്ഥിതിയിൽ നിന്ന് പരിണമിച്ച് മറ്റൊരു സ്ഥിതിയിലേക്ക് എത്താനുള്ളവർക്കുള്ളതാണ്. ഞാൻ ഏത് സ്ഥിതിയിലാണോ ഒരു മാനവൻ തന്റെ ജീവിതം കൊണ്ട് എത്തേണ്ടത് അവിടെ എത്തിയിട്ടുള്ള ആളാണ് എന്ന് ബോധ്യം വന്നിരിക്കുന്ന പൂർണ്ണ ബ്രഹ്മാനന്ദം കൊണ്ട് സമൃദ്ധനായിരിക്കുന്ന മഹാത്മാവാണ് ഭരതയോഗീശ്വരൻ. ഗ്രന്ഥാഭ്യാസം കൊണ്ട് അറിവുണ്ടാച്ചാലും ആ അറിവിനെ വിജ്ഞാനത്തിനൊപ്പം എന്തുകൂടി വേണം? ഭക്തിയും വിനയവും ഒക്കെ വേണം. ഈ തപോ വിദ്യാച വിപ്രാണം നിശ്രേയസകരേ ഉഭേ തേവ ഗുരുവിനീതസ്യ കൽപ്പേതേ കർത്തുരന്യഥ എന്ന് അംബരീഷന്റെ കഥയിലെ ഗുരുവായൂരപ്പൻ ദുർവാസാവിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അല്ലയോ ദുർവാസേ, തപസ്സും വിദ്യയും ഒക്കെ എപ്പോഴേ നേടിയുള്ളൂ? അത് നിശ്രേയസ്സിനായിട്ട് ഉപയോഗിക്കുമ്പോൾ. എന്താ ഈ നിശ്രേയസ് വെച്ചാൽ ഇനി ഇതിലപ്പുറം ഒരു ശ്രേയസ് കിട്ടാനില്ല എന്ന നിലയാകുന്ന മുക്തി. ആ മുക്തിക്കായിക്കൊണ്ട് വിദ്യയെയും തപസ്സിനെയും ഒക്കെ വിനിയോഗിക്കണം. അതല്ലാണ്ട് വിദ്യാസമ്പന്നനാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് തപസ്സുകൊണ്ട് തനിക്ക് പല ഫലസിദ്ധികളും ഉണ്ടായിട്ടുണ്ട് എന്ന് പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ട് തപസ്സിനെയും വിദ്യയൊക്കെ കൊണ്ടു നടന്നാൽ അത് വിപരീത ഫലം ഉണ്ടാക്കും. തന്റെ തപസ്, തന്റെ സിദ്ധികൾ ഒക്കെ ഇതിനു വേണ്ടിയിട്ടാവണം, നിശ്രേയസിന് വേണ്ടിയിട്ടാവണം ഉപയോഗിക്കുന്നത്. അപ്പൊ ഇത്ര കാലത്തെ തന്റെ ജീവിതം കൊണ്ട് താൻ എന്ത് പഠിച്ചിരിക്കുന്നു? ഒരു മാനുമായിട്ടുള്ള സംഘം കൊണ്ട് പോലും അധപ്പതിച്ചേക്കാം എന്ന് പഠിച്ചു കഴിഞ്ഞതായ ഭക്തയോഗീശ്വരൻ ഇനി എനിക്ക് വിദ്യാഭ്യാസത്തിൻ്റെയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സാംസ്കാരികമായ ഒരു ജീവിതത്തിൻ്റെയോ ഒന്നും ആവശ്യമില്ല. ഞാൻ എത്രത്തോടത്തെത്തിയിരിക്കുന്നു, ഇനി അതൊന്നും അധപ്പതിക്കാണ്ടിരുന്നാണ് എന്ന് ആ സമാധി എന്ന നിലയിൽ തന്നെ അദ്ദേഹം ശരീരമാത്ര പരിഗ്രഹനായിട്ട് ശരീരത്തെ അങ്ങനെ കൊണ്ടു നടക്കുക, അത്രയും. കുപടാമത കടി ഉപവീരേനോരു മഷിമ ദ്വിജാതി ബ്രഹ്മബന്ധുരി സംജ്ഞയാ അവജ്ഞജന അവമത വിചാര. അദ്ദേഹത്തെ കുറിച്ച് വേണ്ടതുപോലെ അറിയാത്ത ജനങ്ങൾക്ക് കണ്ടാൽ തിരിച്ചറിയാനാവാത്ത വിധത്തിൽ ധാരാളം ചളി പിടിച്ച് ഉള്ള വസ്ത്രം ധരിച്ച് ഇയാളിങ്ങനെ ബ്രാഹ്മണനായിട്ട് ജനിച്ച കഷ്ട ഇങ്ങനെയായില്ലോ എന്ന ജനങ്ങളാൽ അവമതിച്ചുകൊണ്ട്, അറിവില്ലാത്തവരായി അവമതിക്കപ്പെട്ടുകൊണ്ട് അദ്ദേഹം പൊടി പിടിച്ച രത്നം പോലെ അങ്ങനെ സഞ്ചരിച്ചു. പൊടി പിടിച്ച രത്നം പോലെ വെച്ചാലോ, പൊടി പിടിച്ചാൽ എത്ര തിളക്കമുള്ള രത്നമായാലും അതിന്റെ പ്രകാശം പുറത്തേക്ക് വരില്ല. പക്ഷെ പൊടി പിടിച്ചു വെച്ചപ്പോ
രത്നത്തിന്റെ മഹിമയ്ക്ക് കുറവൊന്നുമില്ല. ആ പൊടിയൊക്കെ പോയാൽ രത്നം പ്രകാശിക്കുകയും. പക്ഷേ ഇത് രത്ന ആയിരിക്കും എന്ന് തോന്നവരക്കല്ലേ ചളി കളയാൻ തോന്നുള്ളൂ. അല്ലാത്ത ആളത് മണ്ണാകട്ടെ അതിരിക്കും. അപ്പൊ അങ്ങനെ മണ്ണാകട്ടെയാണ് എന്ന് മാത്രം തോന്നുന്നതായിട്ടുള്ള ജനങ്ങള് അദ്ദേഹത്തെ അവമതിച്ചു. വിജ്ഞാനികളായിട്ടുള്ള ആളുകളൊക്കെ അദ്ദേഹത്തെ തിരിച്ചറിയാൻ സാധിക്കുള്ളൂ. ഇങ്ങനെ ദേഹാഭിമാനമൊന്നും ഇല്ലാത്തതുകൊണ്ട് മരണഭയമൊന്നുമില്ല അദ്ദേഹത്തിന്. എന്നിരിക്കലും സാധനങ്ങളെ കൊണ്ടും തപസ്സുകൊണ്ടും വിദ്യയെ കൊണ്ടും ഒക്കെ ബ്രഹ്മജ്ഞാനം സമ്പാദിച്ചതായ ഉത്തമ ജനങ്ങളോട് എന്താണില്ലാത്തൊരു കൃപ, എന്താണില്ലാത്തൊരു വാത്സല്യം അത് ഈ ജഗദംബികക്കുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തെ വധിക്കാൻ പുറപ്പെട്ട സമയത്ത് അമ്മയ്ക്ക് വ്യക്തമായി, അയ്യോ ഈ മഹാത്മാവിനെ വധിക്കേ എന്ന് അമ്മയ്ക്ക് തന്നെ ഒരു പരിഭ്രമം തോന്നി. ചാടി പുറപ്പെട്ടു വന്ന അമ്മ അവിടെയുള്ള കശാപ്പുകാരെയൊക്കെ കശാപ്പ് ചെയ്തു. ഇതൊക്കെ കഴിഞ്ഞപ്പോഴും ആ ഭരതയോഗീശ്വരന് ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല. മരണത്തെ അഭിമുഖീകരിച്ചു. അതുപോലെ തന്നെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. മരണത്തെ അഭിമുഖീകരിച്ചപ്പോഴും മരണത്തിൽ നിന്ന് അമ്മ വന്ന് രക്ഷപ്പെടുത്തിയപ്പോഴും അദ്ദേഹത്തിന്റെ ഭാവഭേദം ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. കണ്ടില്ലേ? പരീക്ഷത്തിനോട് അവിടെ ചോദിക്കുന്നുണ്ട് ശുകമഹർഷി, പരീക്ഷത്തെ വിഷ്ണുദത്ത അല്ലേ? പരീക്ഷത്തെ എന്ത് മഹദഭിചാരാതിക്രമേ ഫലതി അല്ലേ? മഹാത്മാക്കളെ ചിന്തിച്ചാൽ അതിന്റെ ഫലം അവരവർ തന്നെ അനുഭവിക്കേണ്ടി വരും. അല്ലേ പരീക്ഷത്തെ? അല്ലേ അല്ലേ ചോദിക്കുക. അങ്ങനെയല്ലേ? മഹദഭിചാരാതിക്രമം അവനവനെ അനുഭവിക്കേണ്ടി വരും എന്നുള്ളത് പരീക്ഷത്തിനെ പോലെ പറയാൻ കഴിയില്ല. വരുന്നതേ എന്ന പരീക്ഷത്ത് പ്രാർത്ഥിച്ചു. നല്ല തിരിച്ചറിവുള്ള ആളാണ് അദ്ദേഹം. അപ്പൊ പരീക്ഷകള് അല്ലേ അങ്ങനെയല്ലേ എന്ന് ചോദിക്കുക. അത് മാത്രമല്ല, അത്ഭുതം തന്നെയല്ലേ മൃത്യുവെ ഇങ്ങനെ മുമ്പിൽ കാണുമ്പോഴും ഒരു കൂസലില്ലാതെ നിൽക്കാനുള്ളത്. ഇതാണ് ഭാഗവത പരമഹംസന്മാരുടെ മഹിമ എന്ന് പറഞ്ഞുകൊണ്ടാ ആ അധ്യായം അവസാനിപ്പിക്കുക. അങ്ങനെയുള്ള ആ യോഗീശ്വരനായ ഭരതനുമായിട്ട് രഘുഗണൻ ഒരു സംവാദം ചെയ്തത് എങ്ങനെ? അഥ സിന്ധു സൗവീരപതേ രഘുഗണസ്യ വ്രജത ഇക്ഷുമത്യാസ്തടേ തത്കുലപതിന ശിബികാവാഹ പുരുഷാന്വേഷണ സമയേ ദൈവേനോപസാദിത സദ്വിജവര ഉപലബ്ധ ഏഷ പീവാ യുവാ സംഹനനംഗ ഗോഖരവധുരം ഓഹുമലം ഇതി പൂർവവിഷ്ടിഗിഹീതൈഃ സഹ ഗിഹീതഃ പ്രസഭമതദർഹ ഉവാഹ ശിബികാംസ മഹാനുഭാവ. ഈ കാലത്താണ് സിന്ധു സമീരങ്ങളുടെ പതിയായിട്ടുള്ള സിന്ധു സമീരങ്ങള് എന്ന പ്രദേശത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന രഘുഗണൻ എന്ന രാജാവ് ഇക്ഷുമതി നദിയുടെ തീരത്തുകൂടി അദ്ദേഹം നേരത്തെ പിടിച്ചു നിർത്തി പല്ലക്കെടുപ്പിച്ച ആൾക്കാർ ചുമക്കുന്ന പല്ലക്കല് അങ്ങനെ സഞ്ചരിക്കുകയാണ്. അപ്പൊ ആ പല്ലക്ക് പിടിക്കാൻ ഒരാളെ കൂടി കിട്ടിയാൽ നടക്കണില്ല. അങ്ങനെ നോക്കുമ്പോഴാണ് ഇദ്ദേഹത്തെ കണ്ടത്. ആരെ? ഈ നേരത്തെ പറഞ്ഞ യോഗീശ്വരനായ ഭരതൻ. അപ്പൊ അദ്ദേഹത്തെ കണ്ടപ്പോ നല്ല തടിച്ചു കൊടുത്ത ശരീരം,
നല്ല കൂറ്റൻ കാളെ പോലെ ചുമക്കാൻ പറ്റിയ ശരീരമാണ് ഈ വിദ്വാൻ. പിടിച്ചു നിർത്തിയേക്കാം എന്ന് കണക്കാക്കി അദ്ദേഹത്തെ പിടിച്ചു നിർത്തി. ആ മഹാനുഭാവനായിരിക്കുന്ന അദ്ദേഹം ഈ പല്ലക്ക് നോക്കേണ്ട കാര്യം വിചാരിച്ചാൽ കൂടി പല്ലക്ക് നോക്കണോ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പല്ലക്ക് നോക്കുന്നു. കാരണം അദ്ദേഹത്തിന്റെ സ്വഭാവം എങ്ങനെയാന്ന് ഇതിന്റെ മുമ്പത്തെ അധ്യായത്തില് പറഞ്ഞിട്ടുണ്ട്. വിഷ്ടിതോ വേദനതോ യാജ്ഞയാ ഉപസാരിതം അല്പം ബഹുപൃഷ്ടം കദന്നം അഭ്യവഹരതി. ചിലപ്പോ ആരെങ്കിലും എന്തെങ്കിലും കൊടുത്താൽ അതിനനുസരിച്ച് ജോലി ചെയ്യും. ഇനി കൊടുത്തില്ല വെച്ചാലും ചിലപ്പോൾ അദ്ദേഹം ജോലി ചെയ്യും. ചിലപ്പോൾ അദ്ദേഹം കാര്യങ്ങൾ പിടിച്ചു നിർത്തി ചെയ്യണോ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അദ്ദേഹം ചെയ്യും. ചിലപ്പോൾ അദ്ദേഹത്തിന് തോന്നും വെറുതെ ഒരാൾ സഹായമായിക്കളയാം എന്ന് വിചാരിച്ച് ചിലപ്പോൾ അദ്ദേഹം ഒന്ന് സഹായിച്ചു വരും. അങ്ങനെയൊക്കെ അദ്ദേഹം ചിലപ്പോൾ വല്ലതൊക്കെ സഹായിച്ചാൽ ചില ആളുകൾ ചിലപ്പോൾ അദ്ദേഹത്തിന് എന്തെങ്കിലുമൊക്കെ നല്ല ഭക്ഷണം കൊടുത്തു വരും, ചിലര് വഴിച്ചത് കൊടുത്തത് കൊടുത്തു വരും. ഇതൊന്നും അദ്ദേഹത്തിന് ഒരു മാറ്റമില്ല, ഒക്കെ ഒരുപോലെയാണ്. അപ്പൊ അങ്ങനെയുള്ള യോഗീശ്വരനോടെ ഈ പല്ലക്കെടുക്കാൻ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പൂസലൊന്നും ഉണ്ടായില്ല. പക്ഷേ യദാഹി ദ്വിജവരസ്യേഷു മാത്രാവലോകാനുജതേഃ ന സമാഹിതാ പുരുഷഗതി തദാ വിഷമജതാം സ്വശിതികാം യഹൂഗണ ഉപഭാര്യ പുരുഷാനധിവഹത ആഹ ഹേ ഓഢായ സാധ്വതിക്രമത കിമിതി വിഷമമുഹ്യതേ യാനം. ഈ പല്ലക്കിനെടുത്ത് നടന്നു തുടങ്ങിയപ്പോഴാണ് ചെറിയ കുഴപ്പം. എല്ലാ ചക്രവും ഒരുപോലെ വീഴുന്നില്ല. ഒരു ചക്രത്തിൽ ഒത്തിരി കാറ്റ് കുറവായത് പോലെ ഇതൊരു പന്തിയല്ലാത്ത നോക്കുമ്പോൾ എന്താ അറിയോ, ഈ മഹാത്മാവ് ബാക്കിയുള്ളവർ നടക്കുന്നത് പോലെയല്ല. ഈ പല്ലക്കെടുത്ത് നടക്കുമ്പോൾ അതിനൊരു താളം ഒക്കെ ഉണ്ടാവും. അപ്പൊ ഈ പല്ലക്കെടുക്കണ പോലെ ചില ഇങ്ങനെ നടക്കണ സമയത്ത് അവർ ചെറിയ ചില മ്യൂസിക് ഒക്കെ എടുക്കും. അപ്പൊ അങ്ങനെ അതിന്റെ താളത്തിനനുസരിച്ചിട്ടാണ് എല്ലാവരും കാര്യം വെക്കുക. അപ്പോഴേ ഇതിനുള്ളിൽ ഇരിക്കുന്ന ആൾക്കൊരു സുഖം ഉണ്ടാവും. അല്ലെങ്കിൽ മഴക്കാലത്ത് കാറെടുത്ത് റോട്ടിൽ കൂടെ പോയ പോലെ ചാടിയാലേ അറിയുള്ളൂ അയ്യോ പറ്റിച്ചു എന്ന്. അപ്പൊ അതുപോലെ ഇദ്ദേഹത്തിന്റെ നടപ്പ് അത്ര പന്തിയല്ലാണ്ട്. കാരണം എന്താ വെച്ചാൽ ഇദ്ദേഹം ഇഷുമാത്രാവലോകാനുഗതിയാണ്. ഇഷുമാത്രാവലോകാനുഗതി എന്ന് വെച്ചാലോ ഒരു ഇഷുവിനോളം മാത്രം അവലോകനം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം നടക്കുക. ഒരസ്ത്രത്തോളം ദൂരം നോക്കും. അവിടെ അപകടമൊന്നും ഇല്ലാന്ന് ഉറപ്പിച്ച ചിലപ്പോൾ ജന്തുക്കളോ എന്തെങ്കിലും ഉണ്ടെങ്കിലോ അതല്ലെങ്കിൽ വേറെ വല്ല അപകടം ഉണ്ടെങ്കിലോ അപ്പൊ അദ്ദേഹം വളരെ കാരണം അദ്ദേഹത്തിന് ഇടയ്ക്ക് എത്തുന്ന അത്യാവശ്യമൊന്നുമില്ലേ. ഈ പല്ലക്കെടുത്ത് ഈ വിദ്വാനോടെ കൊണ്ടാക്കിയിട്ട് വേണം ഇനി ഒരു കാര്യം ചെയ്യാനും അദ്ദേഹത്തിനില്ല. അപ്പൊ അദ്ദേഹം നടക്കുന്ന സമയത്ത് വളരെ മനസ്സിലെത്തി നോക്കി നടക്കണം. വല്ല ദിക്കിലും പോയി ചാടാണ്ടിരിക്കും. അങ്ങനെ നോക്കി ഒരു ശരത്തോളം ദൂരം അങ്ങനെ നോക്കിയിട്ട് അദ്ദേഹം താഴേക്ക് വീഴും. അപ്പൊ ഇദ്ദേഹത്തിന്റെ നടപ്പും ബാക്കിയുള്ളവരുടെ നടപ്പും തമ്മിൽ അങ്ങനെ ഒപ്പാവുന്നത്. അപ്പൊ ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന ആൾക്കും അത്ര സുഖമില്ലാതെ സാധ്വതിക്രമത മര്യാദകൾ നടക്കും. ഇതെന്താണ് ഇങ്ങനെ ഒരു പദ്യല്ലാണ്ട് ഒരു പോക്കം. അപ്പൊ അവര് പറഞ്ഞു അവർക്ക് ഈ രാജാവിനോട് വലിയ ബഹുമാനമാണ്. കാരണം എന്താ വെച്ചാൽ ഈ രാജാവിന്റെ കയ്യിൽ ഒരു വാളും അത് അദ്ദേഹം ഇടയ്ക്ക് പ്രയോഗിച്ചു. വെറുതെ കേടുപാട് വരുന്നുണ്ടല്ലോ, നല്ല കയ്യേ കാലമൊക്കെ ഉള്ളതാ. പിന്നെ ഇതൊക്കെ പ്രയോഗിച്ചിട്ട് വേണം അവനൊരു കുടുംബത്തോടൊക്കെ കഞ്ഞി കുടിക്കാൻ. വെറുതെ തടി കേടാകണ്ടല്ലോ എന്നുള്ള വിചാരമുള്ളതുകൊണ്ട് ഞാനപ്പോ ഈ രാജാവിനോട് ബഹുമാനം ഉള്ളതുകൊണ്ടാ. രാജാവിന് ഈ ഭരിക്കപ്പെടുന്നവരെ അപേക്ഷിച്ച് ആരോഗ്യം ചിലപ്പത്തിൽ കുറവായിന്നേ ഉള്ളൂ. പിന്നെ എന്തുകൊണ്ടാ ആ അധികാരത്തിനോടുള്ള പരിഭ്രമ. അപ്പൊ അവരുടെ ഈശ്വരനായിരിക്കുന്ന ആ രാജാവിന്റെ വാക്ക് തങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന നിലക്കാണ് അദ്ദേഹം പറയുന്നതെന്ന് കേട്ടപ്പോ ഇവര് പറഞ്ഞു അയ്യോ ഞങ്ങളല്ല ഉപായക്രിയ ഛന്ദ
ഉപായ തുരീയം എന്ന് പറഞ്ഞാൽ നാലാമത്തെ ഉപായ. ഒരു കാര്യം ഒരാളോട് പറഞ്ഞ് മനസ്സിലാക്കാവുന്നത് 4 ഉപായങ്ങളെന്നാണല്ലോ പറയുക. കാമം, ധ്യാനം, ഭേദം, പിന്നെ അവസാനത്തെ കൊട്ടക്കന്നെ ഒരു കാച്ച്, അത് വേണമല്ലോ. അപ്പൊ ആ ഉപായ തുരീയത്താൽ ശങ്കിക്കപ്പെട്ട മനസ്സോട് കൂടിയ ഇവര് എന്ത് ചെയ്തു? രാജാവിനോട് പറഞ്ഞു, അയ്യോ നവയം നരദേവാ പ്രമത്ത ഭവന്തിയമാനുപഥ വയം സാധുദേവ വഹാമ. ഞങ്ങളെല്ലാവരും ഞങ്ങൾ ഭവന്തിയമാനുപഥന്മാരാ, അങ്ങയുടെ നിയമത്തെ അനുവദിക്കുന്നവരാണ് ഞങ്ങൾ. ഞങ്ങളിപ്പോ ഈ പല്ലക്കെടുത്ത് നടക്കുമ്പോഴല്ല, എപ്പോഴും അങ്ങനെ വരുള്ളൂന്നാണ്. ചിലോ ഇപ്പോഴല്ല, ഞങ്ങൾ സ്വതവേ സൂര്യൻ ഉദിച്ചാൽ അസ്തമിക്കുന്നത് വരെ എന്ത് കാര്യം ചെയ്യുന്നെങ്കിലും അത് അന്ന് നീച്ചത് പോലെ വരും. അങ്ങനെയുള്ള ഞങ്ങളുടെ മേഖലയിലാണ് നടക്കോ അങ്ങനെ പതിവില്ല. പിന്നെയോ അയം ഇയവ അഭിനൈവ നിയുക്ത അഭിന്നത്തിലുള്ള പ്രകൃതി. ഇപ്പൊ വിളിച്ചാൽ കൂടി ഈ പേര് നടക്കണില്ല. അനേക സഹോദുമുഖവയം എന്ന പറയാണ്. ഇയാളുടെ കൂടെ ചേർക്കാൻ ഞങ്ങൾക്ക് പറ്റിയാണ് എന്ന് വെച്ചാൽ അയാളെ ഒഴിവാക്കിയാൽ വിരോധജാതിക്ക് ഇപ്പൊ പ്രിയപ്പെട്ട ആളാകുന്ന നിർത്തിണ്ടാവുക. ഞങ്ങളെ വേണം ഒഴിവാക്കിയാലും പറ്റില്ല, ഞങ്ങൾ ഉൾക്കൊള്ളാം എന്നുള്ള ഛായല അവര് പറയുന്നു. അപ്പോ രാജാവിന് തോന്നി, നോക്കണേ, ഒരു കൂട്ടത്തിലോ ഒരുത്തൻ അപകടമായാൽ മതി, ബാക്കിയുള്ളവരൊക്കെ ഒരു അവസരം കിട്ടിയിട്ട് വേണ്ടേ പല ഉയരാൻ വിചാരിച്ച് നടക്കണം കൂട്ടത്തിൽപ്പെട്ടവര്. കഴുത്ത് പുറത്തേക്കിട്ട് നോക്കി. അപ്പോഴാണ് നല്ല തടിച്ചു കൊഴുത്ത ശരീരമുള്ള ഒരു വിധൻ. എന്നിട്ട് നടക്കണമെന്ന് കണ്ടാലോ 8 ദിവസമായി തോന്നുന്നു. അപ്പൊ രാജാവ് ചില വാക്കുകൾ ഇങ്ങനെ കളിയാക്കി പറയാൻ തുടങ്ങി. അഹോ കഷ്ടം ഭ്രാത, ഒരു പരിശ്രാന്ത. അയ്യോ ചേട്ടാ എന്നാ വിളിച്ചത്. എന്തായാലും യഹൂഗണം വടക്കൻ ജില്ലയിൽപ്പെട്ട ആളല്ല വ്യക്തി. കാരണം അങ്ങനെ ചേട്ടാന്നവിടെ പോയി വിളിക്കൊന്നുമില്ല. ചേട്ട വിളിക്കുന്നതുണ്ട്, അത് വേറെ അർത്ഥം. അഹോ കഷ്ടം ഭ്രാത, ഭ്രാതാവേ നല്ലോണം ക്ഷണിച്ചിട്ടൊക്കെ മാത്രമല്ല വല്ലാണ്ടാണ് വിളിക്കുന്നു. ഈ പല്ലക്ക് ഇങ്ങനെ ഒറ്റയ്ക്ക് ചുമന്ന് നന്ന ക്ഷണിച്ചു അല്ലേ. ഇഹാന്ന് കേട്ടാൽ പരിഭ്രമിച്ചോളണം നിയമം. പക്ഷെ അദ്ദേഹം പരിഭ്രമിക്കില്ല. അങ്ങനെ കുട്ടികളോടൊക്കെ മുന്നിൽ പറഞ്ഞു പറഞ്ഞാൽ അതിലെല്ലാം അടങ്ങി. ആ ബ്രഹ്മ വിവീലികാന്തുള്ള സകല ചീത്ത പറയലും അതിന് ഒതുങ്ങിയെന്നാണ് അതിന്റെ അർത്ഥം. അത് കേട്ടാൽ കേട്ട ആൾ മനസ്സിലാക്കണം ഇത് പരിഭ്രമിക്കാനുള്ളതാണ്, പരിഭ്രമിക്കേണ്ട സമയമായി, പരിഭ്രമിക്കാറായി. ഹാന്ന് കഴിഞ്ഞാൽ പരിഭ്രമിച്ചു എന്ന് നടിക്കണം. ഈ വിദ്യാർത്ഥി ഒരു നാട്ടിലില്ല, പരിഭ്രമിച്ചു നടിക്കുന്നില്ല. മാത്രമല്ല ഇദ്ദേഹം ശിബികാം പൂർവവൽ വിവാഹ ഒരു വ്യത്യാസമില്ല, പഴയ പോലെ തന്നെ പല്ലക്ക് നോക്കാറുണ്ട്. അപ്പോഴും ഈ പല്ലക്ക് സുഖമായിട്ട് പോണില്ലേ. വീണ്ടും ഇതിന്റെ പോക്ക് നന്നല്ല എന്ന് തോന്നിയപ്പോ രാജാവിന് കുറച്ച് കാര്യമായിട്ടൊന്ന് ചിന്തി വന്നു. ഇത്തവണ അദ്ദേഹം ചൂടായി. മര്യാദയ്ക്ക് നടന്നിട്ടില്ല, കാലന്റെ പണി ഞാനെടുക്കും എന്ന് പറഞ്ഞ് ചൂടായപ്പോൾ ഈ യോഗീശ്വരായ ഭരതന് തോന്നി, ഒരാളും ഇവിടെ ജനിക്കുന്നത് വെറുതെ ഒരു ചത്തു പോകാനല്ല, അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഒരു കൂട്ടം ചെയ്യും. കാരണം ഒരു കണ്ണം ശേഷിക്കാണ്ട് ശരീരം എടുക്കേണ്ടി വലിയ നൃത്യാണ്. എന്നാൽ ഇതായിരിക്കും എൻ്റെ ഈ കർമ്മം ഈ ജന്മത്തിൽ ചെയ്യാനുള്ളത്, വേറെ ഒന്നും ഇപ്പം എനിക്ക് ചെയ്യണമെന്ന് തോന്നില്ല. എന്നാൽ ഇയാളെ എങ്ങനെ നിശ്ചയിക്കണം എന്ന് തീർച്ചയാക്കിയത്. ഏവം ബഹ്വബദ്ധമപി ഭാഷമാണം നരദേവാഭിമാനം രജസാ തമസാ നിർവിദ്ധേന
സഹസ്രനാശേഷ ഭഗവത് പ്രിയങ്കേതം പണ്ഡിതമാന്യം സ ഭഗവാൻ ബ്രഹ്മണ ബ്രഹ്മഭൂത സർവഭൂത സുഹൃദാത്മാ യോഗേശ്വര. എന്തായാലും അദ്ദേഹം എന്നെയൊന്ന് പരിഭ്രമിപ്പിക്കാൻ നോക്കിയതല്ലേ, എന്നാൽ അദ്ദേഹത്തിന് പരിഭ്രമിപ്പിക്കാം ഒന്ന് കലശകൂട്ടാം എന്ന് ഇദ്ദേഹം തീർച്ചയായും. പണ്ഡിതനാണ് എന്നാണ് ഈ രാജാവിന്റെ വിചാരം. പക്ഷേ സകല ജനങ്ങളിലും അന്തര്യാമിയായിരിക്കുന്ന ഭഗവാനെ കാണാനുള്ള കണ്ണ് ഇനിയും മിഴിച്ചു കിട്ടിയിട്ടില്ല അദ്ദേഹത്തിന്. കാരണം അദ്ദേഹത്തിന് എന്താ വെച്ചാൽ ഈ അജ്ഞാനതിമിരം കൊണ്ട് അന്ധരായിട്ടുള്ള ആളുകൾക്ക് ജ്ഞാന ചക്ഷുസ് തുറപ്പിക്കാൻ ഒരാൾ വേണം. അത് തുറന്നു കിട്ടാത്തത് കൊണ്ട് ഇദ്ദേഹത്തിന്റെ ഉള്ളില് ഇരിക്കണ ഈ വിജ്ഞാനം വേണ്ടതുപോലെ പ്രകാശിച്ചിട്ടില്ല. ഇദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ യാത്രാപഥത്തെ പറ്റിയിട്ട് അദ്ദേഹം നേരെയാവുന്ന ആളെന്നെയാണ്, മുക്തി പഥത്തിലേക്ക് സഞ്ചരിക്കേണ്ട ആളെന്നെയാണ്. പക്ഷെ ആ വഴിയെ പറ്റിയിട്ട് അദ്ദേഹം നാദിവ്യുൽപ്പന്ന ബുദ്ധിയാണ്. ആ വഴിയെ പറ്റിയിട്ട് വ്യക്തമായ ധാരണ അദ്ദേഹത്തിന് ഉണ്ടായിട്ട് കുറച്ചൊരു രാജസ താമസ ബുദ്ധി കൊണ്ട് അദ്ദേഹത്തിന്റെ ആ സാത്വികമായിരിക്കുന്ന മനസ്ഥിതി അടഞ്ഞു കിടക്കുക. ആ രാജസ താമസ ബുദ്ധിയെ നീക്കിക്കൊടുന്നു എന്ന് ഇദ്ദേഹത്തെ അങ്ങനെ ഈ മഹാത്മാവ് പറഞ്ഞു, ത്വയോദിതം വ്യക്തമഭിപ്രലബ്ധം ഭർത്തുസ്സമേസ്യാദ്യനീരഭാര ഗന്ധുല്യതിസ്യാദധിഗമ്യമധ്വാ തീവേദിരാശൗനവിദംഭവാദ. അല്ലയോ രാജാവേ, അന്ന് പറഞ്ഞു നോക്കാം, എനിക്ക് വ്യക്തമായി മനസ്സിലായി, അങ്ങ് പറഞ്ഞൊന്നും അർത്ഥല്ലേ. പിന്നെ അങ്ങ് എന്നെ അവമാനിക്കാൻ വേണ്ടിയിട്ട് വന്നതാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഞാൻ നേരെ അവിടെ നിരീക്ഷണമാണെന്ന് പറഞ്ഞതെന്ന് ഞാൻ കണക്കാക്കുള്ളൂ. പക്ഷേ അന്ന് പറഞ്ഞത് ഒന്ന് രണ്ട് തിരുത്തുകൾ എനിക്ക് പറയാനുണ്ട്. അതിലൊന്നെന്താ വെച്ചാൽ, ഞാൻ ഈ ഭാരമൊക്കെ ചുമത്തുന്നുണ്ട് എന്നുണ്ടെങ്കിലല്ലേ എനിക്ക് ക്ഷീണമുള്ളൂ. എനിക്ക് നടന്നൊരു ലക്ഷ്യത്തിൽ എത്തണമെന്നുണ്ടെങ്കിലല്ലേ ഞാൻ പരിഭ്രമിച്ച് നടക്കേണ്ടതുള്ളൂ. പിന്നെ അങ്ങ് ഈ പറഞ്ഞ തടിക്ക തുടങ്ങിയതായ രാശികൾ, രാശിയുടെ അവസ്ഥ, തടിക്ക തുടങ്ങിയ അവസ്ഥകൾ വിദ്വാൻമാർക്ക് വാദത്തിന് വിഷയമല്ല. എന്നുവെച്ചാൽ ഒരാൾ തടിച്ചിട്ടാണോ മെലിഞ്ഞിട്ടാണോ എന്നൊന്നും നോക്കിയിട്ടല്ല വിദ്വാൻമാര് ഒരാളോട് പെരുമാറുക എന്നാണ്. സപ്താഹത്തിന് ഒരാളെ ഏൽപ്പിക്കണം, വായനക്കാരൻ ആരാ വേണ്ടത് എന്നാലോചിച്ച് അങ്ങനെ അന്വേഷിച്ച് നടക്കുമ്പോഴാണ് ഇന്ന ദിക്കിൽ ഒരാളുണ്ട് കേട്ടു, അവിടെ ഒന്ന് പോയി നോക്കുക, അദ്ദേഹത്തിന്റെ ഭാഷയൊക്കെ എങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് മതി. അങ്ങനെ ഏതെങ്കിലും ഒരാളെ എത്തിക്കാൻ പറ്റും. കുറച്ചൊക്കെ നമ്മളൊന്ന് പരീക്ഷിച്ച് സാമാന്യം തെറ്റില്ല എന്ന് തോന്നുന്ന ഒരാളെ എത്തി വയ്ക്കൂ. അങ്ങനെ പോയി നോക്കുമ്പോ ഈ ആചാര്യ എന്ന് പറഞ്ഞിരിക്കണ വിദ്വാൻ മഞ്ഞ അവിടെ ഇരിക്കുമ്പോഴേ ആ പ്രദക്ഷിണ ദിക്കിലേക്ക് നോക്കിയപ്പോ ഇങ്ങനെ ഒരാളെ വാങ്ങിയില്ലേ, കുറച്ചൊന്ന് കണ്ടാൽ ഒരാളവിടെ ഇരിക്കുന്നുണ്ടെന്ന് തോന്നണം. അങ്ങനെ നല്ല തടി ഒരാളെ ഏൽപ്പിക്കുക വായനയ്ക്ക് എന്ന് കണക്കാക്കിയാൽ എങ്ങനെയിരിക്കും? എന്താ അദ്ദേഹത്തിന്റെ സപ്താഹയോ നാഴി ചോറ ഉച്ചക്കങ്ങോട്ട് പറഞ്ഞാൽ ഒരു ഉരുളേ ഉള്ളൂ. അതാ യോഗ്യത. അതല്ലെങ്കിൽ
അദ്ദേഹം പറഞ്ഞോ പടി കുറച്ച് കൂടുതലാ, സ്റ്റേജൊക്കെ കെട്ടിണ്ടാക്കിയതാ, അതിൽ കൊണ്ടുപോയി എത്തിയാൽ നേരെയാവില്ല, അതുകൊണ്ട് മെലിഞ്ഞാണ് മതി പാടില്ല. അങ്ങനെ കാര്യങ്ങൾ എനിക്ക് വരുന്നു. വിജ്ഞാനികള് ഒരു വ്യക്തിയെ കാണുക, അയാൾ തടിച്ചിട്ടുള്ളതാണോ, മെലിഞ്ഞിട്ടുള്ളതാണോ, കറുത്തിട്ടുള്ളതാണോ, വെളുത്തിട്ടുള്ളതാണോ, തലമുടിയുള്ള ആളാണോ, തലമുടി ഇല്ലാത്ത ആളാണോ, താടി നിർത്തിയിട്ടോ, താടി നിർത്തിയിട്ട് സ്ത്രീയാണോ, പുരുഷനാ, ഇതൊന്നും നോക്കിയിട്ടല്ല വിജ്ഞാനികൾ ഒരാളെ അയാളുടെ മഹിമ തീർച്ചയായിട്ടും. വിജ്ഞാനികളെ സംബന്ധിച്ചിടത്തോളം എന്തൊരു തുല്യരാണ്. അപ്പൊ വിജ്ഞാനികള് എന്താ ചെയ്യാ? അവര് ഭഗവാന്റെ പ്രിയ നികേതനമായിട്ടാണ് ഓരോ ശരീരത്തെ കണക്കാക്കുക. ഒരു ശ്വാവിനെ കണ്ടാൽ, ഒരു ഗോവിനെ കണ്ടാൽ, ഒരു ആനയെ കണ്ടാൽ, ഒരു എലിയെ കണ്ടാൽ, എന്നത് അനുസരിക്കുന്ന ആളുകൾ അവനവന്റെ മക്കളെ പോലെ എല്ലാ ജീവജാലങ്ങളെയും കാണണം എന്നതുപോലെ സകല ജീവജാലങ്ങളെ ഒരേ ഭാവത്തിൽ കാണുന്നവരാണ് മഹാത്മാക്കൾ. അല്ലാതെ മഹാത്മാക്കൾ ഒരിക്കലും ഈ തടിക്കാൻ വിദ്യ തുടങ്ങിയതായിട്ടുള്ള അവസ്ഥകളെ നോക്കിയതല്ല ഒരാളോട് പെരുമാറുന്നത്. അറിവുള്ളവരെ അങ്ങനെയല്ല വരുന്നത്. തടിക്ക മെലിയ, വ്യാധി ഉണ്ടാവുക, ആദി ഉണ്ടാവുക, വിശുദ്ധ, ദാഹിക്ക, ഭയക്ക, അതുപോലെ പരിഭ്രമം ഉണ്ടാവുക, ആഗ്രഹങ്ങൾ ഉണ്ടാവുക, ജരാനരകൾ ഉണ്ടാവുക, ഉറങ്ങുക, എണീക്കുക, മൈഥുനാദി സുഖങ്ങളിൽ ഏർപ്പെടുക, ഞാൻ എന്ന അഭിമാനിക്കുക, ദുഃഖിക്കുക, ഇതൊക്കെ ദേഹത്തെ ഞാനെന്ന് അഭിമാനിക്കുന്നവർക്ക് ഉണ്ടാവുന്നതാണ്. എന്നെ ഇതൊന്നും ബാധിക്കില്ല. ദേഹേന ജാതസ്യ ഹി മേന സന്ധി, ഇതൊക്കെ ദേഹത്താൽ ഉണ്ടാവുന്നവയാണ്. ദേഹത്തിൽ ഞാനെന്ന അഭിമാനം കൊണ്ട് ഉണ്ടാവുന്നവയാണ് ആദി, വ്യാധി, ജരാ, ഗ്ലാനി, മൃത്യു, ശോകം, ഭയം, ക്രമം, ഇതൊക്കെ ദേഹസംബന്ധികൾ. ഇതൊന്നും എന്നെ ബാധിക്കില്ല എന്ന് പറഞ്ഞു. അതിനർത്ഥം ഞാൻ ഈ ദേഹമല്ല. അതുകൊണ്ടാണ് ദേഹം പല്ലത്തിൽ നമുക്ക് എനിക്ക് ഭാരം ചേർത്തത്. ദേഹം ഗമിക്കുമ്പോൾ ഞാൻ ഗമിക്കുന്നു എന്ന് എനിക്ക് തോന്നാത്തത് എന്നർത്ഥം. പിന്നെ അന്ന് പറഞ്ഞു മര്യാദക്ക് നടന്നില്ലെങ്കിൽ കാച്ചിക്കളയും, നോക്കിക്കോ എന്ന് പറഞ്ഞു. അതിനും എനിക്ക് ബന്ധമില്ല. അതെന്താ? ജീവൻ മൃതത്വം നിയമേന രാജൻ ആദ്യം പവൻ യദ്വികൃതസ്യ ദൃഷ്ടം സ്വസ്വാമ്യഭാവോ ധ്രുവ ഈദ്യായത്ര തൈഹ്യുച്യതേ സൗ വിധികൃത്യയോഗഃ. വികൃതസ്യ ആദ്യന്തവത് യത് ദൃഷ്ടം തത് ജീവൻ മൃതത്വം. ഈ വികാരങ്ങൾ എന്ന് വെച്ചാൽ ഒരു ഉദാഹരണം പറഞ്ഞാൽ, മണ്ണിന് വികാരം പ്രാപിക്കുമ്പോഴാണ് അത് ഗുണവും ഫലവും ചട്ടി ഇതൊക്കെ ആയി വരുന്നത്. കൊടായി, ചട്ടിയായി, കലായി ജീവിച്ചത് അത് മണ്ണല്ലാണ്ടാവില്ല. മണ്ണിന് ഒരു വികാരം ഉണ്ടായി, ആ വികാരം കുറച്ചു കാലം അതായിട്ട് നിലനിന്നു. അത് കഴിഞ്ഞ് അത് വീണ്ടും ആ വികാരത്തെ ഉപേക്ഷിച്ചു, അഥവാ ആകൃതിയെ ഉപേക്ഷിക്കുന്നു. ആകൃതിയുടെ ഉണ്ടാവലും നിലനിൽക്കലും നശിക്കലും ആണ് പൊതുവെ ജനങ്ങൾ ജനിക്കുക മരിക്കുക എന്ന് വ്യവഹരിച്ചുകൊണ്ടിരിക്കുന്നത്. ജീവൻ മൃതത്വം നിയമേന, ഇതൊക്കെ ഒരു വിധിയുടെ നിയമത്തിനനുസരിച്ച് അങ്ങനെ നടക്കും, ഉണ്ടാവും, നിലനിൽക്കും, നശിക്കും. ഇത് വിധിക്കനുസരിച്ചുകൊണ്ട് നടന്നതാണ്. അവനവന്റെ പ്രാരബ്ധം കഴിഞ്ഞാൽ എപ്പോഴാണോ ആ പ്രാരബ്ധം കഴിഞ്ഞത് ആ നിമിഷം കൊതിച്ചീടുന്ന ബ്രഹ്മത്തെ കണ്ടിട്ടു കുതിച്ചീടുന്നു
ദേഹവും അപ്പോഴേ എപ്പോഴാണോ പ്രാരബ്ധം കൊടുക്കുന്നത് ആ നിമിഷം ദേഹം ഒഴിഞ്ഞു. ഏതുപോലെ ഞങ്ങളുടെ നാട്ടില് ഒരു പ്രത്യേക തരം പാല് ഉണ്ട്. ആ പാലിന്റെ പേരാണ് സൈക്കിൾ പാൽ. ഉണ്ടാക്കാതെ സൈക്കിളാണ്. സൊസൈറ്റിയിൽ നിന്ന് സൈക്കിളില് പാലുമുണ്ട്. അപ്പൊ എല്ലാവരും അടുത്ത ഭവനങ്ങളിലുള്ള ആളുകൾ എല്ലാവരും ആ നേരാവുമ്പോഴേക്കും 8:30 ഈ ശബ്ദം കേൾക്കുമ്പോ നോക്കി വരും. അപ്പൊ ശബ്ദം കേട്ടില്ലെങ്കിലോ ശബ്ദം കേട്ടില്ല പോയാ പോയേ. അപ്പൊ അവിടെ ഇവര് വരുമ്പോ നോക്കി നിന്നാ പോലെ അടുത്ത പാലുകൊണ്ടു. അപ്പൊ അയാൾ പോണതിന്റെ മുമ്പേ ഇത് വാങ്ങണ്ടേ? അതിന് വേണ്ടിയിട്ട് എല്ലാവരും കുറച്ച് നേരത്തെ തന്നെ അവിടെ ചെന്ന് ഞങ്ങളുടെ നാട്ടിലെ ആൾക്കാർ അമ്പലത്തിന്റെ മുമ്പിൽ ഒരു ആലുണ്ട്. ആ ആലിന്റെ തൊട്ടില് എല്ലാവരും പോയി നിന്ന് പിന്നെ നിൽക്കുക എന്ന് പറഞ്ഞാൽ പുറത്ത് നിൽക്കാൻ പറ്റും. അപ്പൊ ഓരോരുത്തർ അവരവരുടെ കുടുംബത്തിലുള്ള കാര്യങ്ങള്, നാട്ടിലുള്ള കാര്യങ്ങള്, രാഷ്ട്രീയ വിഷയങ്ങള്, യൂട്യൂബിൽ കണ്ടത്, ഫേസ്ബുക്കിൽ വായിച്ചത്, അങ്ങനെയുള്ള പലതും ഇങ്ങനെ പറയും. പറഞ്ഞ് ഏതുവരെ പറയും? അവനവന്റെ പാത്രത്തിൽ പാല് നിറഞ്ഞ ശരിയാണ് അതുവരെ പറയും. അത് മറിഞ്ഞാൽ അപ്പം ശരി. ഇതുപോലെ പ്രാരബ്ധം കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അച്ഛൻ ഉണ്ടാകുമോ, അമ്മ ഉണ്ടാകുമോ, അമ്മായി ഉണ്ടാകുമോ, അമ്മാമ ഉണ്ടാകുമോ, കുട്ടിക്ക് 2 വയസ്സായിട്ട് എഴുതുമോ, നാളെ വരാമെന്ന് പറഞ്ഞു പോകുന്നതല്ലേമോ, കൊണ്ടാട്ടമുണ്ടോമോ ഒന്നും നോക്കില്ല. അയ്യോ, ഇന്ന് കാലത്ത് നോക്കുമ്പോ ഇന്ന് വരാമെന്ന് പറഞ്ഞ ആള് ഇന്നലെ തന്നെ വന്നോന്നാ കേട്ടത്. നാളെ പോവാന്നാ നിരീക്ഷത്. നാളെ മഴയൊക്കെ പോകാന്ന് പറഞ്ഞ് നിരീക്ഷണം അരിക്ക് ബോധിപ്പിക്കാനൊന്നുമില്ലല്ലോ. അപ്പം നോക്കുമ്പോ ഒന്നും വെയില്ല. ഞാനിപ്പോ പൊക്കളെ വെയിലായിട്ടും ഈ വിദ്യാൻ ഞാൻ വരുമ്പോന്ന് പറഞ്ഞിട്ട് പ്രഭാഷണം കേൾക്കാൻ വന്നില്ലല്ലോ, അയാൾക്ക് തോന്നരുതല്ലോ നിരീക്ഷിച്ചിട്ട് വെയിലായപ്പോ പ്രഭാഷണം പോകുന്ന നോക്കുമ്പോ വെളിച്ചാവണം കണ്ടു, 8:30 കണ്ടു. 9 മണിക്ക് പ്രഭാഷണം തുറന്നില്ല. 11 സാധാരണ തൊഴിൽ വേണ്ടി ഓർത്തുമ്പോ അയക്കോലിട്ട് ഇത് തോന്നും വെയിലാണോ നിരീക്ഷിക്കണം. അയ്യോ, ഓർത്തുകൊണ്ട് എടുത്ത് വെക്കലുണ്ടാവില്ല. ഏതാണ്ട് ഈ സമയത്താണ് കാലന്മാൻ വന്നത്. പോത്തുവണ്ടിയൊക്കെ എടുത്ത് വന്നു. അയ്യോ, ഈ മഴയത്തൊക്കെ എങ്ങനെ പോകാന്ന് ചോദിച്ചാൽ അയാൾ പറയോ? ആ ശരി, അത് ഞാനും വീട്ടില വരുമാനോടൊക്കെ പറഞ്ഞിട്ട് പോകാൻ മതിയായിരുന്നു. അങ്ങനെയുണ്ടോ? ഇല്ല. പ്രാരബ്ധം കഴിഞ്ഞാൽ മഴയായാലും വെയിലായാലും പുറത്തുമ്പോൾ ഉണങ്ങിയിട്ടില്ലെങ്കിലും വിരോധമില്ല. അപ്പൊ ഇതൊക്കെ നിയമേന രാജൻ ആദ്യം ഇതുപോലെയാണ് അമ്മയുടെ ഈ രാജാവ് എന്നുള്ള നിലയിൽ ഇവ അത്യന്തികമായിട്ട് രാജാവായിട്ട് വ്യത്യാസമുണ്ടോ? അതില്ല. അണ്ഡകോടികൾ പോലും യഥാകാലം നശിക്കും, ഉണ്ടാവും, നിലനിൽക്കും, നശിക്കും. ഇത് ലോകത്തിന്റെ സ്വഭാവമാണ്. അപ്പോ ഇതിനെ ആർക്കും തടുക്കാൻ സാധിക്കില്ല. അന്നിപ്പോ രാജാവാണെന്നുള്ളത് ശരി, പക്ഷെ അങ്ങ് എപ്പോഴും രാജാവായിക്കോളണമെന്നില്ല. ജനിച്ചത് വരുമ്പോ തന്നെ രാജാവായിട്ടല്ല അങ്ങ് വന്നപ്പോൾ. രാജാവിന് സഹജമായിരിക്കുന്ന ചില സംഗതികൾ അങ്ങയുടെ ദേഹത്തിൽ ആരോപിക്കപ്പെട്ടപ്പോൾ അങ്ങ് രാജാവായി. ഇതൊക്കെ ആരോപിച്ചതാ. അതെപ്പോ വേണമെങ്കിൽ ഭഗവാൻ റിമൂവ് ചെയ്തേക്കാം അല്ലേ? ഒരാൾ ഞാൻ പാട്ടുകാരനാണെന്ന് അഭിമാനിച്ച ആ തന്റെ പാട്ടിലുള്ള വൈവിധ്യത്തെ കുറിച്ച് അഹങ്കരിച്ച് നടത്താണെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം അയാൾ പാടണോ വേണ്ടോ എന്ന് ആലോചിക്കും. വിധി വിധി പാടിക്കോളാൻ നിശ്ചയിച്ചതൊന്ന് പാടും, അല്ലെങ്കിൽ പാടുപെടും. തന്നെയുണ്ടാവും. അപ്പൊ അങ്ങയുടെ ഈ രാജാവാണ് എന്നുള്ള ഭാവം
ഇതിൽ അഭിമാനിക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല. പിന്നെ അന്ന് എന്റെ കഥ കഴിക്കുന്നു പറഞ്ഞു. എന്നെ കഥ കഴിക്കുന്ന അന്ന് പറഞ്ഞത് എന്നെ കഥ കഴിക്കാനെന്നല്ല എനിക്കറിയാം. കാരണം അന്ന് അത്ര അപകടത്താനൊന്നല്ല. കാരണം ഒരു കൂട്ടം ഗ്രന്ഥമൊക്കെ വായിച്ച് സാമാന്യം ബോധപ്രദമാവാണ് അതൊക്കെ എനിക്ക് വശമുണ്ട്. അന്ന് എന്നെ കൊല്ലുന്ന പറഞ്ഞ എന്നെ ഭീഷണിപ്പെടുത്തിയതിന് വേണ്ടിയിട്ടാ ഞാൻ നേരെയാവാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇനി അത് പറ്റില്ല. ഒരാൾ നേരെയായി 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 എന്തായി തീരണോ അതായി ഞാൻ. സ്വയം ഈശ്വരനായിരിക്കുന്ന ഒന്നിനെ പിന്നെ ആദ്യം ശിക്ഷിച്ച് അതാക്കി തീർക്കേണ്ട കാര്യം. തഥാപി രാജ്യം കരവാമെന്നില്ല. എന്നാലും രാജാവേ ഞാൻ എന്താ അങ്ങേക്ക് വേണ്ടി ചെയ്യുന്നത് പറഞ്ഞു. അന്ന് ഇനി എന്തായാലും ഒന്നും ചെയ്യാൻ നോക്കണ്ട. കാരണം അതുകൊണ്ട് പ്രയോജനമില്ല. അന്നിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിഷ്ടവേഷണം പോലെ വ്യക്തമാണ്. പിഷ്ടം പിഷ്ടം എന്ന് പറഞ്ഞാൽ പിഷ്ട കുട്ട എന്ന് പറയുമ്പോൾ നമ്മൾ എന്നുവെച്ചാൽ പൊടിച്ചത് അരച്ചതൊക്കെ അതിനർത്ഥം. അപ്പൊ പൊടിച്ചതിനെ പിന്നെ കുടിക്കണം. ഇപ്പൊ കാര്യം ഈ മിക്സി ഗ്രൈൻഡറൊക്കെ വാങ്ങിട്ട് എന്നിട്ട് അത് ഇങ്ങനെ അവിടെ കാഴ്ചവസ്തുവായിട്ട് വയ്ക്കും. അത്രയും വരുള്ളൂ. ദോശ ഉണ്ടാക്കണമെന്ന് തോന്നിയാൽ അങ്ങാടി പോവും, പാക്കറ്റിൽ കിട്ടും. അത് വളരെ കൊണ്ടേ വരുള്ളൂ. അല്ലാണ്ട് അത് കൊണ്ടുവന്നാൽ പിന്നെ അത് നേരെ അങ്ങോട്ട് കയ്യിലേക്കോ ഇടക്കാത്ത ഭാര്യ ഇഡ്ഡലി പാട്ടിലേക്കാത്ത അതിലേക്ക് ഭാര്യ അത്രേ വരുള്ളൂ. അതല്ലാണ്ട് അത് ആദ്യം അരക്കി വരുന്നുണ്ടോ? അങ്ങനെ അരച്ചു വെച്ചാൽ അത് എപ്രകാരം വിദ്ധിതാണോ അതുപോലെയാണ് പറഞ്ഞു തിരുമുടിക്കുന്നത്. അതുകൊണ്ട് എന്നെ ഇനി ശിക്ഷിച്ച് മറ്റൊന്നാക്കി തീർക്കാനില്ല. ഞാൻ എന്തായി തീരണോ അതായി കഴിഞ്ഞ ആളാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഇത്രയും പറഞ്ഞത് കൊണ്ട് തന്നെ ഭരതയോഗീശ്വരന്റെ നില എന്താണ് എന്ന് വ്യക്തമായിരുന്നു. ഇത്രയൊക്കെ കേട്ടതോടു കൂടിയിട്ട് ഈ രഘുവിനാകെ വരുന്നു. അത് നോക്കണേ. കാലത്ത് അമ്പലത്തിലേക്ക് തൊടാൻ പോകുമ്പോൾ വഴിയിൽ ഇങ്ങനെ കാട്ടിയപ്പോൾ നിർത്തിയ ഓട്ടോറിക്ഷയിൽ കയറി നോക്കാം. ഓട്ടോറിക്ഷ വേഗം പോവാണ്ട് ഒന്ന് വേഗം പോവാന്ന് പറഞ്ഞപ്പോഴാണ് ഓട്ടോറിക്ഷക്കാരൻ അതൊന്ന് സൈഡിലേക്ക് നിർത്തിയിട്ട് പറയാൻ എന്താ ഈ ജീവന്റെ ഗതിയെ കുറിച്ച് അങ്ങനെയൊക്കെയുള്ള ധാരണ എന്ന് പറഞ്ഞാൽ പ്രഭാഷണം തുടങ്ങിയാൽ ആരായാലും വരുന്നില്ലേ. അതുപോലെ പല്ലക്കെടുത്തിട്ട് ഒരു യാത്ര പുറത്തുന്ന സമയത്ത് ഓടറില്ല. ആരെയാണ് വിളിക്കുക എന്ന് പറഞ്ഞ് നിർത്തിയ ആളാ പറയുന്നത്. ഈശ്വര തത്രയ്ക്ക് ഈശിതവ്യം തഥാപി രാജൻ കരവാമെന്ന് നാലും ഇല്ല. താൻ ആ ഒരു വിദ്യാർത്ഥിനാണ് കാര്യം. എന്താ എനിക്ക് വേണ്ടത് പറഞ്ഞത് ഞാൻ ജീവിതരാക്കുന്നു. ഇത് കേട്ടപ്പോഴേ പരിഭ്രമായി. പക്ഷേ താൻ അനേകം ഗ്രന്ഥങ്ങളിൽ യോഗഗ്രന്ഥങ്ങളിൽ പഠിച്ചതായ വിദ്യയാണ് ഈ പല്ലക്കെടുക്കാൻ വന്ന ആള് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലായപ്പോ ഇദ്ദേഹം ഒരു മഹാബ്രാഹ്മണൻ തന്നെയാണ്. ഏത് വിജ്ഞാനത്തെ സമ്പാദിക്കണോ ആ വിജ്ഞാനത്തെ അനുഭവിക്കുന്ന ആളാണ് എന്ന് തിരിച്ചറിവുണ്ട്. അത് ഈ ഗ്രന്ഥമൊക്കെ പഠിച്ചതുകൊണ്ടാണ്. അപ്പൊ ആ തിരിച്ചറിവുണ്ടായപ്പോ ഇദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി ആ മഹാത്മാവിനെ വീണ് നമസ്കരിച്ചു. വീണ് നമസ്കരിച്ച് നോക്കിയപ്പോഴാണ് പണ്ട് ഉപനയിക്കാനായിട്ട് ഉദ്ദേശിച്ച അച്ഛൻ ഒരു പൂണൂലൊക്കെ ഇരിച്ചിട്ടുണ്ട്. പൂണൂല് ഇരിക്കൽ തന്നെ ഉണ്ടായുള്ളൂ. ഗായത്രി ഇരിക്കലൊന്നും ഉണ്ടായില്ല. ഓം ഓം തന്നെ വേറെ ഓങ്കാരമൊന്നും ഉണ്ടായില്ല. അങ്ങനെയുള്ള ആളാണ് ഇദ്ദേഹം. അപ്പൊ അന്നിട്ട് ആ പൂണൂല അങ്ങനെ ചവി പിടിച്ച് മാർക്ക് കിടക്കണമെന്ന് കാണാനുണ്ടോ? ആരാണ്? കസ്ത്വം നിഗൂഢ ചരസിദ്വിജാനാം വിഭർഷി സൂത്രം കഥമോധൂത കസ്യാസി ഉത്രത്യ ഇഹാദി കസ്മൽ ക്ഷേമായ നശ്ചേരസി മോഹശുക്ല. അദ്ദേഹം മഹാത്മാവിനെ അങ്ങ് ആരാണ്? അങ്ങ് എവിടുന്ന് വരുന്നു? എങ്ങോട്ട് പോകണം? അങ്ങ് നിഗൂഢനായിട്ട് സഞ്ചരിക്കുന്ന ഒരു അവധൂത വ്യക്തിയാണോ? ഞങ്ങളെപ്പോലെ വിവരമില്ലാത്ത രാജാക്കന്മാർക്ക് വിജ്ഞാനം ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ച് അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് ലോകത്തൊക്കെ സഞ്ചരിക്കുന്ന ഒരു
ഇദ്ദേഹം ചോദിക്കും. എനിക്ക് ഈ ദേവേന്ദ്രന്റെ വജ്രായുധത്തിന് വേണ്ടി, എനിക്ക് മഹാദേവന്റെ ശൂലത്തെ വേണ്ടി, എനിക്ക് യമന്റെ കയ്യിലുള്ള ദണ്ഡിനെയും പേടിയില്ല. പിന്നെ എന്തിനാ എനിക്ക് പേടിയുള്ളത്? ശങ്കേഭുഷം ബ്രഹ്മകുലാവമാനൽ, ബ്രഹ്മകുലത്തെ അവമാനിക്കുന്നതിൽ എനിക്ക് ശങ്കയില്ല. ബ്രഹ്മജ്ഞാനത്തെ പ്രാപിച്ചിരിക്കുന്ന മഹാത്മാക്കളെ ഒരിക്കലും അവമതിക്കേണ്ടി വരുന്നത്. അങ്ങനെ വന്നു പോയാൽ അത് വലിയ അപകടമാണെന്ന് വിചാരിക്കുന്ന ആളാണ്. അത് പറ്റരുതേ എന്ന് വിചാരിച്ച് നടക്കണ എനിക്കിത് പറ്റില്ല. അങ്ങ് വലിയൊരു വിജ്ഞാനത്തെ കൊണ്ടു നടക്കുന്നു. അങ്ങനെയുള്ള വാക്കുകളൊക്കെ യോഗഗ്രന്ഥങ്ങളിൽ കാണപ്പെടുന്നു. പക്ഷെ അവയുടെ താല്പര്യം എന്താണ് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ എനിക്കോട്ട് പറ്റുന്നില്ല. കാരണം ഞാനൊരു സാധാരണ ഗൃഹസ്ഥനാണല്ലോ. ഞാൻ യോഗീശ്വരന്മാർക്ക് ഈശ്വരനായിരിക്കുന്ന സാക്ഷാൽ ഭഗവാനെ തന്നെ നേരിട്ട് കണ്ട്, ഭഗവാസുദേവനെ തന്നെ നേരിട്ട് കണ്ട് അദ്ദേഹത്തിൽ നിന്ന് വിജ്ഞാനം സമ്പാദിക്കണം എന്ന ഇച്ഛയോട് കൂടിയിട്ട് പുറപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ. ഇനി ആ ഭഗവാൻ തന്നെയാണോ എന്റെ മുമ്പിൽ വന്നിരിക്കുന്നത് എന്നൊക്കെ ഇദ്ദേഹത്തിന് സംശയം തോന്നുന്നു. പിന്നെ അങ്ങ് പറഞ്ഞതനുസരിച്ച് വിശ്വത്തിലുള്ള ഒന്നും സാക്ഷാത്തല്ല എന്നിരിക്കുന്നു. അപ്പൊ അങ്ങ് പറഞ്ഞല്ലോ, ഈ വികൃതസ്യ ആദ്യന്തവത് ജീവന്മൃതത്വ ദൃഷ്ടം എന്നങ്ങ് പറഞ്ഞു. ആത്യന്തികമായിട്ട് നാശമില്ലാത്തവയ്ക്ക് ഉണ്ടാകുന്ന നാമരൂപങ്ങളാണ് ഉണ്ടായി നിലനിന്ന് നശിക്കുന്നു എന്ന് നമുക്ക് തോന്നിക്കൊണ്ടിരിക്കുന്നത്. ജനിക്കണോ, നിൽക്കണോ, നശിക്കണോ എന്ന് നമുക്ക് തോന്നിക്കൊണ്ടിരിക്കുന്നത് വികാരങ്ങൾക്ക് മാത്രമാണ്, നാമരൂപങ്ങൾക്ക് മാത്രമാണ് എന്നങ്ങ് പറഞ്ഞു. അത് സത്യം. അത് എങ്ങനെയാണ്? കാരണം ഈ നാമരൂപങ്ങൾ മിഥ്യയാണ് എന്നുണ്ടെങ്കിൽ ഈ പാത്രത്തിൽ എങ്ങനെയാണ് വെള്ളമെടുത്ത് കൊണ്ടുവരാനും അത് അടുപ്പത്ത് വെക്കാനും അത് ചൂടാവാനും അതിലിട്ട് അരി വെച്ച് ചോറാവാനും, അപ്പൊ ഇവിടെ ഇതൊക്കെ സംഭവിക്കുന്നത് നമ്മൾ കണ്ണുകൊണ്ട് കാണുമല്ലോ. അപ്പൊ അങ്ങനെ സത്യമായിട്ട് ഇവയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇതൊക്കെ നടക്കാൻ കാരണങ്ങളായിരിക്കുന്ന നിമിത്ത ഉപാചാരങ്ങളൊക്കെ മിഥ്യയാണ് എന്നന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് നിലയുക? എനിക്കത് മനസ്സിലാവുന്നില്ല. അതൊന്ന് വ്യക്തമായിട്ട് എനിക്ക് പറഞ്ഞു തരണേ എന്ന് പ്രാർത്ഥിക്കും. അപ്പോ ഈ ചോദ്യമൊക്കെ ചോദിക്കുന്നത് കേട്ടപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, അല്ലയോ രാജാവേ, അങ്ങ് എന്തൊക്കെയോ അറിയുന്നത് പോലെ സംസാരിക്കുന്നു, പക്ഷേ അങ്ങേക്ക് ഇതിനെ പറ്റി വലിയ ധാരണ ഇല്ലാക്കുമോ? അങ്ങ് കുറെ ഗ്രന്ഥങ്ങളൊക്കെ പഠിച്ചപ്പോൾ അങ്ങേക്ക് തോന്നി ഞാൻ ചിലതൊക്കെ വശാക്കി, പക്ഷേ അതിവിദ്യാവും വരിഷ്ഠ, നല്ലോണം അറിവുള്ള ആളുകളുടെ കൂട്ടത്തിൽ ശ്രേഷ്ഠനാണ് എന്നാണ് അങ്ങേക്ക് വിചാരമുണ്ട് എന്ന് വിചാരിക്കുന്ന. അങ്ങ് അത്ര അറിവുള്ള ആളല്ല. കാരണം പരമതത്വത്തെ കുറിച്ച് പറയുന്ന സമയത്ത് ഉണ്ടായി നിലനിന്ന് നശിക്കുന്നതായ വികാരങ്ങളെ ഉദാഹരിച്ചുകൊണ്ട് അങ്ങ് ചോദ്യം ചോദിച്ചതിന് വിവരമില്ലാത്തതുകൊണ്ടാണ്. ആലോചിച്ച് നോക്കും, മാറ്റമില്ലാത്തതായ സത്യവസ്തുവെ കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ ചോദ്യം ചോദിക്കുന്നതിൽ തന്നെ ഒരു ചെറിയ അസ്ഥിതല്ലേ. മണ്ണാണ് കലവും കുടവും ഒക്കെ ആയിത്തീരുന്നത്. കലവും കുടമൊക്കെ ആയിത്തീർന്നു വെച്ചിട്ടുള്ളത് മണ്ണല്ലാണ്ട് ആവുന്നില്ല എന്ന് ഉദാഹരണം പറഞ്ഞ സമയത്ത്, അപ്പൊ ഈ കലം കുണം തുടങ്ങിയതായിട്ടുള്ള അവസ്ഥകൾ മിഥ്യയാണെന്നും അത് ആത്യന്തികമായിട്ട് സത്യമല്ലാതെ പറഞ്ഞപ്പോ ഈ വിദ്വാൻ ചോദിക്കാൻ ആരെ യഹൂദനും ചോദിക്കുക, അതെങ്ങനെയാ ശരിയാവുക? കലം കുടവും മിഥ്യയാണെന്ന് പറഞ്ഞാൽ അതിലല്ലേ വെള്ളം തിളപ്പിച്ച് അരിയിട്ട് ചോറാവുന്നത്.
പറഞ്ഞില്ലേ, എന്താ ഈ വിദ്യ എന്ന് പറയാ? അതാണ് അകോവിദ കോവിദവാദവാദാൻ വദസി. വലിയ അറിവുള്ള ആളുകള് പ്രസംഗിക്കേണ്ട പോലെ ഇങ്ങനെ പ്രസംഗിക്കുമോ അല്ലാണ്ട് അങ്ങേക്ക് ഇതിനെ പറ്റി വലിയ ധാരണയൊന്നുമില്ല. മിഥ്യാമിഥ്യ എന്നുള്ളത് കൊണ്ട് അർത്ഥാക്കണം എന്താ? അത് നിത്യ സ്ഥിതി ഇല്ല എന്നുള്ളത്. എന്ന് വെച്ചാൽ അതൊക്കെ എപ്പോ വേണമെങ്കിൽ നശിക്കാം. സ്ഥിരതയില്ല, അതിന് ഉറപ്പില്ല. നാളെ ഉണ്ടാവുമെന്ന് ഉറപ്പിക്കാൻ വയ്യ. ഇപ്പൊ എങ്ങനെയാണെന്ന് നിരീക്ഷിച്ചിട്ട് എപ്പോഴും എങ്ങനെ ഇപ്പോഴെന്ന് ഉറപ്പിക്കുകയില്ല. അവ പരിണാമങ്ങൾക്ക് വിധേയമാണ്. പരിണാമങ്ങൾക്ക് വിധേയമാകാത്തതാണ് സത്യവസ്തു. അതാണ് ഞാൻ എന്ന് ബോധിക്കുക വേണ്ടത്. പരിണാമ വിധേയമായിരിക്കുന്ന വിശ്വത്തെ സത്യമാണ് എന്ന് തോന്നുന്നത് മായാവൈഭവം കൊണ്ടാണ്. മായയുടെ കയ്യില് ഈ മുമ്പേക്ക ഒരു കുറച്ചു കാലം മുമ്പേ കൂടി ഈ ചില കലാപരിപാടികൾ ഒക്കെ നടക്കുമ്പോൾ അതിന്റെ മുമ്പിൽ തന്നെ ഈ തിരിക്കണ ഒരു എന്താ അതിനെന്താ എന്തെങ്കിലും പേരുണ്ടോന്ന് ശരിയ ഒരു ചക്രം, അതില് പല നിറമുണ്ടാവും. അപ്പൊ അതില് ഈ വെളിച്ചത്ത് തട്ടിയാൽ ഈ സ്റ്റേജിലൊക്കെ അവിടെ ഡാൻസേഴ്സോ ഒക്കെ ഉള്ളത് വെച്ചാൽ അവർക്കൊക്കെ ഈ നിറവും. കാരണം ഈ ലൈറ്റ് പാസ് ചെയ്യുന്നത് ഏത് കളറിലൂടെ വെച്ചാൽ ആ കളറാണ് നമ്മളെ പ്രതിബിംബിക്കുക. അതുപോലെ മനസ്സിന് ചോപ്പ്, കറുപ്പ്, വെളുപ്പ് ഇങ്ങനെ 3 നിറം. ഇതിലേത് അധികരിച്ചിരിക്കണോ ആ അധികരിച്ചിരിക്കുന്ന നിറത്തെ അവലംബിച്ചുകൊണ്ടാണ് ഈ കാഴ്ചക്കാരൻ ലോകത്തെ കാണുന്നത്. പണ്ട് ഒരു മഹാത്മാവ് ഒരു കൊട്ടാരത്തിൽ എത്തിച്ചത്. അപ്പൊ ഈ മഹാത്മാവിനെ കണ്ടപ്പോ രാജാവിന് ഉത്സാഹമായി. പണ്ട് നമ്മുടെ എന്താ ആത്മദേവൻ തടാകത്തിന്റെ തീരത്ത് വെച്ച് സ്വാമിയാരെ കണ്ട മാതിരി സന്തോഷമായി. അപ്പൊ ഇദ്ദേഹത്തോട് ചോദിച്ചു, എന്ത് ഈ നാടൊക്കെ ഒന്ന് നേരെ ആകാൻ എന്താ വിദ്യ? ഞാൻ പറഞ്ഞ കേൾക്കുമോ? എന്നൊക്കെ കേൾക്കാം. എന്നാൽ ഇനി മുതൽക്ക് ഇവിടെ കാണുന്നതൊക്കെ പച്ചയായിട്ട് എന്ന് കാണാവുള്ളൂ. ഞാൻ അടുത്ത കൊല്ലം ഇതേ സമയത്ത് ഇവിടെ വരും. അപ്പോഴൊക്കെ നിലയിക്കും. ഈ മഹാത്മാവ് അവിടുന്ന് സഭയിൽ നിന്ന് പോയതോടുകൂടി രാജാവ് നാട്ടിൽ മുഴുവൻ പച്ച പെയിന്റ് അടിക്കാൻ തുടങ്ങി. പച്ചയെ കാണാവുള്ളൂ. പിന്നെ അന്ന് മുതൽ കർക്കിടമാസം ആയാലും വേണ്ടില്ല, ഇലക്കറി വേണ്ടി നിശ്ചയിച്ചു. പച്ചയെ ഉണ്ടാവുള്ളൂ, ഒക്കെ പച്ച. എവിടെ നോക്കിയാലും പച്ച. ഈ സ്വാമി പിന്നത്തെ വല്ല ആദ്യം അവിടെ വന്നു. സ്വാമിക്ക് ചുരുക്കണം എന്നുണ്ടെങ്കിലേ ചുരുക്ക. എവിടെ നോക്കിയാലും പച്ചയെ കാണുള്ളൂ, ആകെ ഒരു പച്ച. എന്ന് വന്നതല്ലേ. ഇവിടെയുള്ള സകല പെയിന്റ് കടയത്തിൽ പെയിന്റ് മുഴുവൻ വാങ്ങിയിട്ട് പച്ചയാക്കിയതല്ലാണ്ട് ഒരു മാറ്റവും ഉണ്ടായിരുന്നു. രാജാവ് നമ്മൾ ഇവിടെ ഇരിക്കണമെന്നല്ലാണ്ട് ആൾക്കാർന്നല്ലേ തലയില്. ഇതൊക്കെ പച്ചയായിട്ട് കാണണം, പച്ചയായിട്ട് കാണണം എന്നുള്ളത് ഒരു എളുപ്പവഴി ചെയ്താൽ എന്താ എളുപ്പവഴി? ഒരു പച്ച കണ്ണടയുടെ മുഖത്ത് വെച്ചാൽ പച്ചയായിരുന്നു. ഈ നാട് മുഴുവന് നേരെയാവാൻ, നാട് മുഴുവന് നാടൊക്കെ നേരെയാവാൻ എന്റെ നേരെയാവില്ലെന്ന് ഇരിക്കില്ല, തിരിച്ചാതിരിക്കേണ്ടത്. വലിയൊരു ലോകം നന്നായി ഇടാൻ ചെറിയൊരു ഉപായം ചൊല്ലിയിടാൻ ഞാൻ എന്താ സ്വയം നന്നാവുക എന്ന് കുഞ്ഞുമാഷ് പറഞ്ഞേ. അവനവനാണ് നന്നായാൽ നോക്കം നന്നാവും. അപ്പൊ ആ അവനവന്റെ നന്നാവലിന്റെ നിരക്കനുസരിച്ചിട്ടാണ് ഓരോരുത്തരും ലോകത്തെ അറിയുന്നത്. ഒരാൾക്ക് വെളുത്ത നിറത്തിലുള്ള മനസ്സാണെന്നുണ്ടെങ്കിൽ അയാൾ വെളുത്തുകൊണ്ട് ലോകത്തെ കാണും. ഈ ലോകത്തെ പ്രശ്നം അല്ല, കുറച്ച് ചുവന്ന നിറത്തിലുള്ള മനസ്ഥിതിയാണുള്ളത് വെച്ചാൽ അയാൾ കാണുന്നതൊക്കെ ചുവന്നുകൊണ്ടാവും. അയാൾ രജോഗുണ പ്രധാനിയാണ്. അപ്പൊ അയാൾക്ക് എന്ത് കണ്ടാലും അതെന്താ അങ്ങനെ, അതെന്താ ഇങ്ങനെ എന്നൊക്കെ ചിലപ്പോൾ തോന്നിക്കളയും. ഇനി താമസപ്രകൃതിയായിട്ടുള്ള ആളുകൾക്ക് എന്ത്
എന്ത് വന്നാലും അവർക്ക് വിരോധമില്ല. എനിക്ക് ഉണ്ണണം, എനിക്ക് ഉറങ്ങണം, എനിക്ക് സുഖഭോഗങ്ങൾ ആസ്വദിക്കണം, അതിന് എനിക്ക് അധ്വാനിക്കാനൊക്കെ ഒരിക്കേ ഞാൻ ഇങ്ങനെ കൊട്ടക്കട്ടും എനിക്ക് വേണ്ടതൊക്കെ ഇങ്ങോട്ട് വരട്ടെ എന്ന് മാത്രം വിചാരിച്ച് മഹാ അലസന്മാരായിട്ട് നാട്ടിലെ ആളുടെ ഉത്തമമായിരിക്കുന്ന ഉദാത്തമായിരിക്കുന്ന പ്രവൃത്തികളൊക്കെ ആരെങ്കിലും ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ അയാളൊക്കെ എന്തിൻ്റെ സൂക്കട എന്ന് പറഞ്ഞ് ഈ വഴിവക്കത്തോ മരത്തിന് ചുവട്ടിലോ ചായക്കടയിലോ ഒക്കെ പോയിട്ട് ഇങ്ങനെ അഴുക കുടുംബത്തോണ്ടിരിക്കുക, വേറെ ഏർപ്പാടൊന്നുമില്ല. അങ്ങനെ കഴിഞ്ഞുകൂടും ചില ആളുകൾ. അപ്പൊ അതിന് കാരണം എന്താ? ശുക്ലാനി കൃഷ്ണാന്യഥ ലോഹിതാനി സവർണാശ്രിതയോ ഭവന്തി. ഈ ചുവപ്പും കറുപ്പും വെളുപ്പും നിറത്തിലുള്ള മനസ്സ്, ആ മനസ്സാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. യാവൻ മനോരജസാ പൂരുഷസ്യ സത്വേന വാ തമസാ വാ അനുരുദ്ധം ചേതോഭിജാതൂതിഭിജാതനോതി നിരങ്കുശം കുശലം ചേതരം വാ. അപ്പൊ ഇതിനനുസരിച്ചിട്ട് ലോകത്തെ നമ്മളെങ്ങനെ കാണുന്നു എന്നുള്ളതിനനുസരിച്ചിട്ടാണ് നമുക്ക് സുഖദുഃഖങ്ങൾ ഉണ്ടാകും. കപില വാസുദേവന്റെ ഉപദേശത്തിൽ അദ്ദേഹം പറയുന്നല്ലോ, രാഗദ്വേഷങ്ങളാണ് സുഖദുഃഖങ്ങൾക്ക് കാരണം. അപ്പൊ രാഗം എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടത്തിൽപ്പെട്ട ഒന്നിനോട് കുറച്ചധികം താല്പര്യം തോന്നുന്നു. ഇതിന്റെ നേരെ വിപരീതം ദ്വേഷവും. അപ്പൊ രാഗം അടുത്തടുത്ത് വരുന്ന സമയത്ത് സന്തോഷമായി, ദ്വേഷവും അടുത്തടുത്ത് വരാൻ പരിഗ്രഹമായി. ഇതല്ലേ നമ്മള് ജീവിക്കുന്നത്. നമ്മുടെ സുഖവും ദുഃഖം എന്ന് പറയുന്നത് എന്താ? മസാല ദോശ കഴിക്കണം എന്ന് മോഹിച്ച് ഹോട്ടലിൽ പോയപ്പോ അവിടെ ചപ്പാത്തി മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ദുഃഖായി. ചപ്പാത്തി ഉണ്ടാവുള്ളൂ തിരിച്ചു പോയി. അപ്പൊ അവിടെ നിന്നപ്പോ മസാല ദോശ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. ചപ്പാത്തി ഉണ്ടാകും കൂടി പറഞ്ഞില്ല. ചപ്പാത്തി മസാല ദോശ ഉണ്ട്, ഏതാ വേണ്ടത്? ചപ്പാത്തിയെ കുറിച്ച് സംസാരിച്ചതന്നില്ല. മസാല ദോശ മാത്രമേ ഉള്ളൂ കേട്ടോ, അത് മതിയോന്ന്. അയ്യോ, നീ ഇത്രയും സന്തോഷമാവാറുന്നില്ല, അത്രയും സന്തോഷമായിരിക്കണം. ഇങ്ങനെയല്ലേ നമ്മൾ ലോകത്ത് ജീവിക്കണത്. അപ്പോ ഈ രാഗദ്വേഷങ്ങൾ ഉണ്ടാവാൻ കാരണം മനസ്സിൽ എത്തരം മാലിന്യം ഇരിക്കുന്നു. ഈ മനസ്സിലുള്ള മർമ്മം ഏതാണോ അതിനനുസരിച്ചിട്ടാണ് അവന് കുശലവും കുശലമല്ലാത്തതും അനുഭവിക്കുന്നതെന്ന്. നമ്മളാരെങ്കിലും വരൂ വരൂ എന്ന് പറഞ്ഞിട്ടാണോ സുഖം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നത്, ദുഃഖം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നത്? യഥേച്ഛയാ ദുഃഖവും സുഖവും ഒക്കെ അവിടെ തന്നെ വരും. അത് കൂടി നിരന്തരം ഉണ്ടാവുന്നില്ല. കാരണം അവർക്ക് ഈ വികാരങ്ങളെ പോലെ തന്നെ ഉള്ളവയാണ്. അവർക്കൊന്നും നിത്യതയില്ല. എപ്പോ വേണമെങ്കിലും വരാം, എപ്പോ വേണമെങ്കിലും പോവുകയും ചെയ്യും. പക്ഷെ ഒന്നും തിരിച്ചറിയും, നിരന്തരമായ ആനന്ദത്തിൽ നിലനിൽക്കാൻ ഒരാൾക്ക് സാധിക്കണമെന്നുണ്ടെങ്കിൽ വ്യക്തമായ ആത്മബോധം തന്നെ വേണം. ഗുണാനുരക്തി ഉണ്ടെങ്കിൽ അത് വ്യസനത്തിന് കാരണമാണ്. ഏകാദശ സ്കന്ധത്തിലൊക്കെ വളരെയധികം പല തവണയായിട്ട് വിസ്തരിക്കുന്നതാണ് ഈ വിഷയം. അപ്പോ എത്ര കാലം മനസ്സ് വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുമോ അത്രയും കാലം ദുഃഖം ഉറപ്പാണ്. ഒരു വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെടാതിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത്രയും മനസ്സിന് കളങ്കം കുറയും, അത്രയും ദുഃഖം കുറയും. മനസ്സ് തന്നെയാണ്. ഈ മനസ്സിന്റെ നിറം എന്താണോ അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ വികാരവും പ്രവൃത്തികളും ഒക്കെ. അതാ അവിടെ പറയുന്നത്, ഏകാദശാസൻ മനസോഹി വൃത്തയ ആകൂതയ പഞ്ച ധിയോഭിമാന മാത്രാണി കർമാണി പുരഞ്ച താസാം വദന്തി ഹൈകാദശ വീരഭൂമി. നമ്മുടെ 10 ഇന്ദ്രിയങ്ങളായിട്ടും പഞ്ചഭൂതങ്ങളായിട്ടും പഞ്ചതന്മാത്രകളായിട്ടും
മനസ്സായിട്ടും ബുദ്ധിയായിട്ടും ഒക്കെ പരിണമിക്കുന്നത് ഒരേ സംഗതി തന്നെയാണ്. അപ്പൊ അതിന്റെ നിറമേത് എന്നതിനനുസരിച്ചിട്ടാണ് ഇതൊക്കെ അർത്ഥം. പാഞ്ചഭൗതിക പ്രപഞ്ചത്തെ നമ്മൾ കാണുന്നതും അനുഭവിക്കുന്നതും ഒക്കെ ഈ മനസ്സിന്റെ നിറത്തിനനുസരിച്ചിട്ടാണ്. ഈ മനസ്സ് ശുദ്ധയില് താൻ കേവലമായ ആത്മസ്വരൂപമാണ് എന്നൊരുവന് ബോധം നടത്തും. മനസ്സ് ശുദ്ധാവാന്ന് വെച്ചാൽ അത് സുതാര്യാവും. സുതാര്യാവാന്ന് വെച്ചാൽ അതിനുള്ള ഈ നിറക്ക വെളുപ്പും കറുപ്പും ചുവപ്പും ഒന്നും ഇല്ലാണ്ട് നിർമ്മലമാണ്. അങ്ങനെ നിർമ്മലമായാൽ ക്ഷേത്രജ്ഞനായിട്ട് സാക്ഷിയായിട്ട് ഈ ശരീരത്തിന്റെ എല്ലാ ആക്ടിവിറ്റീസിനെയും സൂപ്പർവൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ അവനവനെ അവിടെ അറിയാൻ സാധിക്കും. അപ്പോഴാണ് മനസ്സിലാവുക ഞാൻ ഇത്ര കാലം എന്റെ പ്രിയപ്പെട്ട ആള് എന്ന് പറഞ്ഞ മനസ്സുഖം മനസ്സമാധാനം ഇതിനൊക്കെ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. ഈ മനസ്സിനെ സമാധാനിപ്പിക്കാൻ മനസ്സിനെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പ്രവർത്തിച്ചിട്ട് ഈ മനസ്സ് എന്നോടെന്താ ചെയ്യുന്നത്? അയാൾ ഈ ചോദ്യത്തിന് ചെവിടിക്കുക ഉപേക്ഷയാ സ്വയം ആത്മമോഷം. ആത്മജ്ഞാനത്തെ അനുഭവിക്കാൻ വിരോധിയായിട്ട് ഇരിക്കുന്ന കള്ളനാണ് ഈ മനസ്സ്. ഹരിയുടെയും ഗുരുവിന്റെയും ചരണാരവിന്ദോപാസനയാകുന്ന അസ്ത്രത്തെ കൊണ്ട് ഈ മനസ്സിനെ മര്യാദക്ക് നിർത്തിയിട്ട് ഇല്ലെങ്കിൽ ഈ കള്ളൻ കടിക്കും. നോകേ പ്രമത്തമസലിന്ദ്രിയ വാദിസൂതാഹ നീത്വോത്പഥം വിഷയദസ്യുഷു നിക്ഷിപന്തിനാണ്. ഈ മനസ്സാകുന്ന കള്ളന് വേണ്ട വിഭവങ്ങളെ വാരി കൊണ്ടുപോയി ഇട്ടുകൊടുക്കലാണ് ഈ ഇന്ദ്രിയങ്ങളെ പണി. എന്ന് ഈ ഏഴാമത്തെ സ്കന്ധത്തിന്റെ അവസാനം പറയുന്ന മനസ്സിരുത്തിയിട്ടില്ല. ഈ മനസ്സിനെ ഇരുത്തണോടത്ത് ഇരുത്തിയിട്ടില്ലെങ്കിൽ ഈ ഇന്ദ്രിയങ്ങളാകുന്ന കള്ളന്മാര് കുതിരകള് രഥമാകുന്ന ഈ ശരീരത്തെ ഇതിലിരിക്കുന്ന യാത്രക്കാരനായിരിക്കുന്ന അങ്ങയോടുകൂടി അജ്ഞാനമാകുന്ന നരകത്തിൽ കൊണ്ടുപോയി ഇടാൻ മടിക്കില്ല. മനസ്സ് കൊടുക്കും എന്ന്. അപ്പൊ അതുപോലെ ഇവിടെ പറഞ്ഞു കൊടുക്കുന്നു. അത് എന്റെ ഈ മനസ്സിരുത്തലെങ്ങനെയാ? ഈ മനസ്സിനെ ഇരുത്തോടത്ത് ഇരുത്തലാകുന്ന മനസ്സിരുത്തലെങ്ങനെയാ? ഗുരോര് ഹരേ ശരണോപാസനാസ്ത്രോ ജഹിവ്യലീകം സ്വയമാത്മമോഷം. ഹരിഗുരു ചരണാരവിന്ദ മധുകര ആത്മപദവിയെ സ്വീകരിക്കണം. 2 അധ്യായം കഴിഞ്ഞാൽ അവിടെ ഈ സംസാരത്തെ ഒരു കാടായിട്ട് വർണ്ണിക്കും. ഇവിടെയുള്ള നമ്മുടെ അനുഭവങ്ങളൊക്കെ അവിടെ ഒരു കാട്ടിലുള്ള അനുഭവങ്ങളോട് ഉപമിച്ച് പറയാണ്. അപ്പൊ ഈ കാട്ടിൽ നിന്ന് മുക്തിയാകുന്ന നാട്ടിലേക്ക് എത്തണച്ചാൽ എന്താ ഒരു ഉപായം എന്നാണെങ്കിൽ ഹരിഗുരു ചരണാരവിന്ദ മധുകരാനുപദവിയെ അവലംബിക്കണം. ഹരിയുടെയും ഗുരുവിന്റെയും ചരണാരവിന്ദങ്ങളെ ആശ്രയിക്കുകയും അതിനെ ആശ്രയിച്ചവരെ ആശ്രയിക്കുകയും ചെയ്താൽ ആ വണ്ടുകൾ ഹരിശരണമെന്ന നിരന്തരം നാമഘോഷം ചെയ്തുകൊണ്ട് സഞ്ചരിക്കുന്ന സജ്ജനങ്ങളാകുന്ന വണ്ടുകൾ നമ്മൾ ഇന്നലെ പറഞ്ഞല്ലോ. യത്പാദപത്മം മഹതാമനോടിഭിർനിഷേദം ബ്രഹ്മരസാസവാർത്ഥിഭി. ഇന്ന് ദക്ഷയാഗത്ത് മഹാദേവന്റെ പാദപത്മമാകുന്ന ആ താമരയിലെ മകരന്റെ രസത്തെ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് സജ്ജനങ്ങളാകുന്ന വണ്ടുകൾ എപ്പോഴും അതിനെ ചുറ്റിപ്പറ്റി നടക്കുന്നു. അപ്പൊ ആ വണ്ടുകളെയാണ് അവലംബിക്കുന്നത്. ഹരിഗുരു ചരണാരവിന്ദ മധുകരാനുപദവിയെ ആര് അവലംബിക്കുന്നുവോ അവർക്ക് മുക്തിയാകുന്ന നാട്ടിലേക്ക് വേഗത്താം. അപ്പൊ അതുകൊണ്ട് നാരായണായ ഹരയേ
നാരായണായ ഹരേ നമഃ എന്നുള്ള ഭഗവാന്റെ തിരുനാമോച്ചാരണം കൊണ്ട് പിന്നെ നിരന്തരമായ സത്സംഗങ്ങളിൽ നിന്ന് ഉപലബ്ധമാകുന്ന സജ്ജനങ്ങളുടെ ചരണോപാസനയെ കൊണ്ടും മാത്രമേ ഒരാൾക്ക് ഈ മനസ്സിലെ കളി ചെയ്യാനേക്കാൻ പറ്റൂ. ഗുരുവിൻ പാദമാകുന്ന താമരപ്പൂവിലെ പൊടി എൻ മനസ്സായ കണ്ണാടി ശോധനം ചെയ്യുക നിത്യവും. മനസ്സാകുന്ന കണ്ണാടിയിലെ ചളി പോണമെന്നുണ്ടെങ്കിൽ ഗുരുചരണാരവിന്ദങ്ങളിലെ പൊടി കൊണ്ടങ്ങനെ തുടങ്ങണം മനസ്സിലെ. അതാണ് അവിടെ പറയുന്നത്. തപസാ മയാതി നചേദ്യയാ നിർവഹണാദ്വിഹാത്വാ മച്ഛന്ദസാ നൈവ ജലാഗ്നിസൂര്യൈഃ വിനാ മഹത്പാദരജോഭിഷേകം. മഹത്പാദരജോഭിഷേകത്തെ ചെയ്യാതെ കണ്ട് തപസ് ചെയ്തിട്ട് പ്രയോജനമില്ല, ദാനം ചെയ്തിട്ട് പ്രയോജനമില്ല, വ്രതാനുഷ്ഠാനങ്ങളെ കൊണ്ട് പ്രയോജനം. ഇതൊക്കെ പ്രയോജനമുള്ളതാവുക എപ്പോഴാ? തല കുനിയുമ്പോഴാണ്. തല കുനിയണം. മഹാത്മാക്കളുടെ പാദരജസ്സിനെ ശിരസാവഹിക്കാൻ തയ്യാർ. അതാണ് വേണ്ടത്. മഹാത്മാക്കളുടെ പാദത്തിലെ കൂടി തലയിൽ തോന്നുക. എന്താ പറയാത്ത ഏതെങ്കിലും മഹാത്മാവ് പോയി വഴിയുള്ള കുറച്ച് കൂടി എടുത്ത് തലയിട്ടാ പോലെ. അതാണോ പറഞ്ഞതിന്റെ അർത്ഥം? അതല്ല. മഹാജനോ ഏന ഗത സപന്ഥ. മഹാജനങ്ങൾ യാതൊരു മാർഗത്തിലൂടെ സഞ്ചരിച്ചുവോ അതാണ് എന്റെ വഴി എന്ന് തീർച്ചയാക്കി ആ മഹാത്മാക്കൾ പോയ വഴി കൂടെ അങ്ങനെ പോണം. അതാണ്. അങ്ങനെ മഹാത്മാക്കൾ പോയ വഴി കൂടെ പോയാൽ ഈ ലക്ഷ്യത്തിലെത്താം. അങ്ങ് ഒന്ന് ആലോചിച്ച് നോക്കും. എന്റെ അങ്ങനെയൊക്കെ ശരീരം ഉണ്ടാക്കിയിട്ടുള്ളത് ഈ പഞ്ചഭൗതികമായി മണ്ണോണ്ടുണ്ടാക്കിയതാണ് അല്ലേ? എന്റെ മണ്ണോണ്ടുണ്ടാക്കിയ കാല്, മണ്ണോണ്ടുണ്ടാക്കിയ കണങ്കാല്, മണ്ണോണ്ടുണ്ടാക്കിയ മുട്ട, മണ്ണോണ്ടുണ്ടാക്കിയ കുട, മണ്ണോണ്ടുണ്ടാക്കിയ അരക്കെട്ട, മണ്ണോണ്ടുണ്ടാക്കിയ ഉടല്, മണ്ണോണ്ടുണ്ടാക്കിയ ചുമല്, ആ ചുമലില് ഇതുപോലെ തന്നെ മണ്ണോണ്ടുണ്ടാക്കിയ പല്ലക്ക്, ആ പല്ലക്കില് മണ്ണാക്കട്ടയായിട്ട് വന്നിരിക്കും. അത് പറയാം ഞാൻ രാജാവ് കൊല്ലുന്നു. ഒന്നുകൂടി കേട്ടതോടു കൂടിയിട്ട് രാജാവിനെ ഏതാണ്ട് തീരുമാനി. പിന്നെ അദ്ദേഹം പറഞ്ഞത് സിന്ധു സൗദീരങ്ങളുടെ അധിപനാണെന്നൊരു അഭിമാനം. ഞാൻ ആരാണ് അങ്ങേക്ക് അതുകൂടി പറഞ്ഞില്ല. അഹം പുരാ ഭരതോ മാമരാജ വിമുക്തദിഷ്ടസുതസംഗബന്ധ ആരാധനം ഭഗവത ഈഹമാനോ മൃഗോഭവം മൃഗസംഗാർത്ഥ. മൃഗസംഗത്തെ കൊണ്ട് ഹമാർത്ഥനായിട്ട് മൃഗമായി ജനിക്കേണ്ടി വന്ന ഒരാളാണ് ഞാൻ. ചിലപ്പോൾ എന്നെ കേട്ടിട്ടുണ്ടാവും. ഭരതൻ മാത്രമേ ഈ നാടൊക്കെ വെച്ചേക്കും. അദ്ദേഹത്തോടാണ് ഈ സിന്ധു സൗകര്യങ്ങൾ എന്ന് പറയുന്ന 2 ഷൂട്ട എന്നുള്ള സ്ഥലം ഭരിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹം ഞാൻ രാജാവാകുന്നത്. അങ്ങനെ ഈ രഘുഗണങ്ങളിൽ ഇരിക്കുന്ന അഹങ്കാരമൊക്കെ പിഴിഞ്ഞു വറ്റിക്കാന്നില്ലേ, ആ ഒരു ഛായയിലാണ്. പക്ഷേ അങ്ങൊന്ന് മനസ്സിലാക്കിക്കോളൂ. പക്ഷെ എനിക്ക് ഇന്നിപ്പോ നേരെയാവാൻ എങ്ങനെ സാധിച്ചത്? സാ മാം സ്മൃതി മൃഗദേഹേ കൃഷ്ണാർച്ചന പ്രഭവാ മോയധാതി. പക്ഷെ മൃഗമായിട്ട് ജനിച്ചു വെച്ചാലും എനിക്ക് ഭഗവാനെ ഓർക്കാനുള്ള ബുദ്ധി അത് മരിച്ചു പോയിരുന്നില്ല. കൃഷ്ണാർച്ചന ഒരു തവണ ചെയ്താൽ അത് വെറുതെ പോകും. ഭഗവാനെ ഒരു തവണ ആശ്രയിച്ചാൽ അത് വെറുതെ ഇല്ല. അതവിടെ നടക്കും. വേണ്ട സമയത്ത്
അത് അനുഗ്രഹിക്കാനായിട്ട് പുറത്തു വരും അല്ലേ? അകൃതപുണ്യനായിരിക്കുന്ന ഒരുവന് ഭഗവാനെ ഭജിക്കാൻ പറ്റുമെന്നാണ് സൗന്ദര്യലഹരിയുടെ ആദ്യത്തെ ശ്ലോകത്തിൽ ഉള്ളില്. അതസ്വാമാരാഭ്യാം ഹരിഹരവിചിന്താതിഭിരപി പ്രണന്തും സ്തോതും വാ കഥം അകൃതപുണ്യപ്രഭവതി. അകൃതപുണ്യനായിരിക്കുന്ന ഒരുവരെ അങ്ങനെ അമ്മയെ സ്തുതിക്കാൻ പറ്റും. അപ്പൊ ഒരാൾക്ക് അമ്മയെ സ്തുതിക്കാൻ സാധിക്കുന്നത് തന്നെ കുറച്ചൊരു പുണ്യമുള്ളതുകൊണ്ടാണ്. ആ പുണ്യം ഒരിക്കലും നശിക്കൂല. എപ്പോഴെങ്കിലും ഭഗവാനെ ആശ്രയിച്ചിട്ടുണ്ടെങ്കിൽ അത് നശിക്ക അങ്ങനെ ഇല്ല. അപ്പൊ അതാണ് കൃഷ്ണാർച്ചന പ്രഭവ മോദിഹാരം. അതുകൊണ്ട് ആ സ്മരണ എനിക്ക് ഉണ്ടായിരുന്നതിനാൽ ഞാൻ ജനസംഘം ചെയ്യാതെ ഏകാന്തത്തിൽ ആരുമായിട്ട് മുട്ടലില്ലാതെ കണ്ടത സഞ്ചരിക്കുന്നു. അതുകൊണ്ട് അസംഗ സുസംഗ ഇത് രണ്ടും ഒപ്പം കൊണ്ട് നടക്കും. ഒരു വാളിന്റെ രണ്ട് തല പോലെ. ഒന്ന് അസംഗ്, അതെന്താ ഡിറ്റാച്ച്മെന്റ്. പിന്നെ ഒന്ന് സുസംഗ്, അതെന്താ സത്സംഗ്. സത്സംഗം അതുപോലെ നിസ്സംഗത്വം, ഇത് രണ്ടും ഉണ്ടാവണം. അസംഗ സുസംഗ ജാതജ്ഞാനാസിനേഹൈവ വിവൃക്കണ മോഹ. എന്നിട്ട് എന്ത് വേണം? ഈ ബോധരാഹിത്യമാകുന്ന മോഹം എന്നതാണ്. മോഹം വീഴാന്നൊക്കെ പറയാറുണ്ടല്ലോ. മോഹം മോഹം എന്ന് പറഞ്ഞാൽ ബോധര്യായ. ആ ബോധര്യായാകുന്ന കുഴപ്പത്തെ എന്ത് വേണം? ഈ വാളുകൊണ്ട് വിവൃക്കണ മോഹ മുറിച്ചു കളയണം. എങ്ങനെ ഈ വാളുകൊണ്ട് മുറിക്കും? തദീഹാകഥനശ്രുതാഭ്യാം ലബ്ധസ്മൃതി. ഭഗവാനെ, ഭഗവാന്റെ പ്രവൃത്തികളെ കുറിച്ചിട്ട്, ഭഗവാന്റെ ലീലകളെ കുറിച്ച് കേൾക്കുക, പറയുക, പാടുക, ഇതൊക്കെ നിരന്തരം ചെയ്തുകൊണ്ടേയിരിക്കും. ഇങ്ങനെ നിരന്തരം ചെയ്യലാകുന്ന ഈ പ്രവൃത്തിയാകുന്ന വാളുകൊണ്ട് ബോധരാഹിത്യത്തെ കീറി മുറിച്ച് യാതി അതിവാരം അധ്വന, ഈ വഴിയുടെ ആറ്റത്തെ ലക്ഷ്യത്തെ പ്രാപിക്കാം. ഇങ്ങനെ ഉള്ളിലുള്ള ഭഗവാന്റെ ആ രൂപത്തെ കുറിച്ച് പറയുന്നതാണ് പഞ്ചമസ്കന്ധത്തിന്റെ ഒരു ഭാഗം. സൂക്ഷ്മമായിട്ടുള്ള ആത്മതത്വത്തെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നതെങ്കിൽ ഈ സ്ഥൂലമായിട്ടുള്ള ആത്മതത്വത്തെ പറയലാണ് ഈ ഭൂഗോളത്തെ വർണ്ണിക്കലൊക്കെ. ഒരു പകുതി വിരിഞ്ഞ താമരപ്പൂവിന്റെ ആകൃതിയിലുള്ളതാണ് ഭൂമി. അതിന്റെ കർണികാരം പോലെ വർത്തിക്കുന്ന സുമേരു പർവ്വതത്തെ ഒരു മാധ്യമമാക്കിയിട്ട് ആണ് ഭൂഗോളത്തെ ഇവിടെ വർണ്ണിക്കുന്നത്. പ്രിയപ്രവൻ എന്ന രാജാവിന്റെ രഥചരണ നേമീകൃത പരിഘാതങ്ങളെ കൊണ്ട് വെച്ചാൽ അദ്ദേഹത്തെ രഥം ഉരുണ്ട് മുറിഞ്ഞ് ഭൂഗോളം 7 കഷ്ണങ്ങളായി തീർന്നതിൽ ഏറ്റവും വലിയ ഭാഗമാണ് ജംബൂദ്വീപം. ജംബൂ, പ്ലക്ഷം, ശാൽമലി, കുശം, ക്രൗഞ്ചം, ശാകം, പുഷ്കരം എന്നതിന്റെ പേരായിട്ടുള്ള ദ്വീപങ്ങളാണ് ഉള്ളത്. ഇതില് ആഗ്നീധ്വൻ എന്നുള്ള പുത്രനാണ് പ്രിയപ്രദൻ ഈ ജംബൂദ്വീപത്തെ നൽകിയത്. ആഗ്നീധ്വൻ തന്റെ മക്കൾക്കായിട്ട് 9 കഷ്ണങ്ങളാക്കി കിഴക്കും പടിഞ്ഞാറും ഭദ്രാശവും കേതുമാലും പിന്നെ തെക്കുന്ന വടക്കോട്ട് നാഭി, കുംഭുരുഷൻ, ഹരിവരുഷൻ, ഇളാവതൻ, രമ്യകൻ, ഹിരൺമയൻ, കുരു എന്നൊക്കെയുള്ള മക്കളക്കാര്യകൊണ്ട് 7 കഷ്ണമായിട്ടും ഈ ജംബൂദ്വീപത്തെ വിഭജിച്ചു. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള വിഭജനങ്ങളിൽ സുമേരു പർവ്വതത്തോടെ ഏറ്റവും അടുത്ത് കിടക്കുന്ന പ്രദേശമാണ് ഇളാവതം.
അവിടെ പ്രവേശിക്കുന്നവരൊക്കെ സ്ത്രീകളാണ്. ഈ സുമേരു പർവ്വതത്തിന്റെ തെക്കോട്ടുള്ള ഭാഗമാണ് ഭാരത ഭൂഖണ്ഡ്. ഒരു ഉപഭൂഖണ്ഡമാണ് ഭാരതം. ഇത് കർമ്മക്ഷേത്രവും ഭാരതത്തിന്റെ കിഴക്കും പടിഞ്ഞാറുമായിട്ട് ഉള്ള മറ്റു പ്രദേശങ്ങള് പൂർവകാലങ്ങളിൽ ചെയ്ത പുണ്യം സ്വർഗത്തിൽ നിന്നൊക്കെ അനുഭവിച്ച് ഊർധ്വ ലോകത്തുള്ള സ്വർഗം, ദിവ്യസ്വർഗം, ഭൂമി ഭൗമസ്വർഗം, ഭൂമിയുടെ നിർപ്പെട്ടുള്ളതൊക്കെ ബിലസ്വർഗങ്ങൾ, ഇവിടെയൊക്കെയുള്ള സുഖഭോഗങ്ങളൊക്കെ ആസ്വദിക്കല് മുഴുവനായിട്ട് ഇല്ലാത്തവർക്ക് ശേഷിച്ച പുണ്യശേഷ ഉപഭോഗ സ്ഥാനങ്ങളായിട്ട് വർത്തിക്കുകയാണ് ഈ മറ്റുള്ള പ്രദേശങ്ങളൊക്കെ. ഭാരതം കർമ്മക്ഷേത്രം. ഇവിടെയാണ് ഈ പുണ്യം സമ്പാദിക്കാനുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത്. ഈ ഭൂമിയുടെ വലിയൊരു ഭവനമാണെന്നുണ്ടെങ്കിൽ ആ ഭവനത്തിലെ ശ്രീലകം പോലെയാണ് ഭാരതം. ഇവിടെയാണ് എല്ലാ പൂജാരിഹങ്ങളായിരിക്കുന്ന സംഗതികളും ശുദ്ധായുക്കളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അവിടെയാണ് ഭഗവത് ആരാധനകൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒന്ന് താമസിക്കാവുന്ന സ്വർഗാദി ലോകങ്ങളിലുള്ളവർക്ക് പോലും മോഹമാണ് പരാവുകളുള്ളവർ. അപ്പോ അങ്ങനെയുള്ള ഭൂഖണ്ഡത്തിന്റെ തെക്ക് ഭാഗത്തുള്ള ഭാരതഖണ്ഡത്തിലൂടെ ഭഗവാൻ പണ്ട് വാമനമൂർത്തിയായിട്ട് അവതരിച്ച സമയത്ത് അദ്ദേഹത്തിന്റെ പാദനഖത്തിനാൽ നിർഭിന്നമാക്കപ്പെട്ട അണ്ഡകടാഹ ഭിത്തിയിലൂടെ ഒഴുകി വന്ന രസാതലത്തിലെ ജലം ഈ ആദ്യം ഭഗവാന്റെ പാദസ്പരിശം കൊണ്ട് അവ അലങ്കൃതമായിട്ട് ധ്രുവലോകത്ത് വന്നു പതിക്കുന്നു. തന്റെ കുലദേവതയായിരിക്കുന്ന ഭഗവാന്റെ ചരണാരോഗ്യോദകമാണ് ഇത് എന്ന ഭാവത്തിൽ പരമാതിരേണ ശിരസാ വിഭക്തി ധ്രുവൻ ആ പരമാതിരത്തോടു കൂടിയിട്ട് ആ ഭഗവാന്റെ പാദതീർത്ഥത്തെ ശിരസിൽ വഹിക്കുന്നുണ്ട്. പിന്നെ അതിനുശേഷം സപ്തഋഷികൾ ജിജ്ഞാസുക്കളായിരിക്കുന്ന സാധകർക്ക് മുക്തി അടുത്തു വരുമ്പോൾ അതുപോലത്തെ ഉത്സാഹത്തോടു കൂടിയിട്ടാണ് അവർ ആ മുക്തി വിവാഹം കാണും. മുക്തിയില്ലാതെ വരുന്നുള്ള ഭാവത്തിലാണ് അവർ ഭഗവാന്റെ ചരണാരോഗ്യത്തെ സ്വീകരിക്കുന്നത്. അത് കഴിഞ്ഞ് ദേവലോകത്ത് സ്വർണ്ണതിയായിട്ടൊഴുകി ക്രമേണ സുമേരു പർവ്വതത്തിന്റെ മുകളിൽ വന്ന് പതിക്കുന്ന ഈ പാദതീർത്ഥമാണ് സീത, അളകനന്ദ, ചക്ഷു, ഭദ്ര എന്ന് 4 പേരോട് കൂടിയിട്ട് 4 ദിക്കിലേക്കും പ്രവഹിക്കുന്നത്. ഈ ഗംഗാതീർത്ഥത്തിന്റെ തെക്കോട്ടൊഴുകുന്ന അളകനന്ദ എന്ന നദിയാണ് ഭാരതത്തെ സമ്പന്നമാക്കി ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ഭൂപ്രദേശങ്ങളെയും വിവിധങ്ങളായിരിക്കുന്ന പർവ്വത നിരകളാണ് വെവ്വേറെയാക്കി നിലനിർത്തുന്നത്. അതാത് ഭൂപ്രദേശങ്ങളിലുള്ള ഓരോരോ ഉപാസകരെ ഭഗവാനെ ഉപാസിക്കുന്നത് എങ്ങനെയാണെന്നും അവർ ഉപാസിക്കുന്ന മന്ത്രങ്ങളും ഒക്കെ അവിടെ പറയുന്നു. ഏതെങ്കിലുമൊക്കെ ചില ഭാഗങ്ങൾ പറയാനുള്ളതിൽ കൂടുതൽ എല്ലാ ഭാഗവും ഒരുപോലെ പറയാൻ നമുക്ക് സാധിക്കില്ല എന്ന് മാത്രം ഇപ്പോൾ പറയുന്നു. വല്ലാണ്ട് വിസ്തരിച്ച് ഇനി സമയം അധികം കളയുന്നില്ല. ഇപ്പോൾ എല്ലാ വാക്കുകളും ഗുരുവായൂരപ്പൻ്റെയും ഗുരുനാഥന്മാരുടെയും ഒക്കെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഗുരുവായൂരപ്പസ്വാമിയുടെ മഹിമയുടെ മുൻപിൽ നമസ്കരിക്കാനുള്ള ഒരു അവസരം ആയിട്ട് ഈ ഒരു സമയത്തെ കണക്കാക്കുകയാണ്. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം പാർക്കും.